السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. ومن هو الآية الكبرى لمعتبري، ومن هو النعمة العظمى لمغتنمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلى أمة سيدنا ومولانا محمد. ആദരണീയരായ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഡോക്ടർ EN അബ്ദുൽ ലത്തീഫ്, മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ 5 നാളത്തെ ഒത്തുകൂടൽ നാളെ സ്വർഗത്തിൽ ഒത്തുകൂടാനുള്ള ഒരവസരമാക്കി തരട്ടെ. ഇന്നലെയും ഇന്നുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസ്വാദനങ്ങളുടെ നിറപ്പകിട്ടായ സ്വർഗത്തെക്കുറിച്ചാണ്. സ്വർഗീയ ആസ്വാദനങ്ങൾക്ക് അതിർവരമ്പുകളില്ല. പറഞ്ഞാലും പറഞ്ഞാലും അവസാനിക്കാത്ത വലിയ ലോകമാണ്. മനുഷ്യൻ തീർത്തും ഒന്നുമല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നുവന്ന് അവൻ മണ്ണായി കിടക്കുന്നതും വെള്ളമായി കിടക്കുന്നതും പിന്നീട് എല്ലാത്തിനും കഴിവുള്ള രൂപത്തിൽ ഇക്കോലത്തിൽ മനുഷ്യമക്കളായി പിറക്കുകയും ചെയ്തത് സൂറത്തുൽ ഇൻസാനിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കേൾപ്പിച്ചു കഴിഞ്ഞതാണ്. ആ മനുഷ്യനോട് പടച്ച റബ്ബ് പറയുന്നു, നിന്നെ സിദ്ധാന്തത്തിൽ നിന്നും പടച്ചത് ഞാനാണ്. അതൊക്കെ നമ്മൾ വിശദീകരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എന്തിനാണ് അല്ലാഹു ഈ സങ്കീർണമായ വഴികളിലൂടെ നിന്നെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ടത്? പൂർണ്ണമായ ഒരു പരീക്ഷണം നടത്താനാണ്. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുമോ, അതോ ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്ന റബ്ബിനോട് നന്ദികേട് കാണിക്കുമോ എന്ന് നോക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിലേക്ക് നിന്നെ പറഞ്ഞയക്കുകയാണ്. പരീക്ഷണം പൂർണ്ണമാവാൻ ആവശ്യമായ വിവേകം അല്ലാഹു തന്ന വിവേകത്തിൽ മാത്രം നിർത്തിവെക്കാതെ വീണ്ടും അല്ലാഹു നമുക്ക് വഴി കാണിക്കുന്നതിന് ധാരാളം മാർഗങ്ങൾ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രവാചകന്മാർ അലൈഹിമുസ്സലാം. ഇങ്ങനെ പല വഴിക്ക് മനുഷ്യന് നാം മാർഗദർശനം നൽകി. ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ.
ഇനി ആ മനുഷ്യന് നന്ദിയുള്ളവനുമാവാം, നന്ദി കെട്ടവനുമാവാം. അത് മനുഷ്യൻ തെരഞ്ഞെടുക്കട്ടെ ഏതു വഴി വേണം എന്ന് പറഞ്ഞാൽ രണ്ടു ഭാഗത്തു നിന്നും 50-50 എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പൂർണ്ണ സമ്മതമല്ല ഇമ്മാ ഷാക്കിറം വ ഇമ്മാ കഫൂറ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാന്നല്ല. ഈ മനുഷ്യനെ പരീക്ഷിക്കാനാണ് ഭൂമിയിൽ പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിലൂടെ നീങ്ങാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നിനക്ക് അവനോട് നന്ദികേട് കാണിക്കാം. മനസ്സുണ്ടെങ്കിൽ നിനക്ക് നന്ദി പ്രകടിപ്പിച്ചും ജീവിക്കാം. നന്ദി കെട്ടുപോയാൽ നിനക്ക് കിട്ടാൻ പോകുന്ന തിക്തഫലം എന്താണ് എന്ന് പൊള്ളുന്ന താക്കീതിലൂടെ അള്ളാഹു കേൾപ്പിച്ചു. ഇന്ന അഅ്തദിനാലിൽ കാഫിരീന സലാസില വഅഗ്ലാലം വസഈറ. ആ ഒരൊറ്റ വചനം മതി ഇന്നും മിനിയാന്നത്തെ ക്ലാസുകൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാകും. നരകത്തിന്റെ ഭയാനകത കടുപ്പമുള്ളതാണ്. ആ നരകത്തിലെ അന്തേവാസികളാവാതെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അത്തരമൊരു ബോധം സൃഷ്ടിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സദസ്സുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ആ നരകത്തിൽ നിന്ന് മുക്തി നേടി ഇന്നലെ മുതൽ നാം ചർച്ച ആരംഭിച്ച ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ എന്ന് പറഞ്ഞ ആ സുഖലോക സ്വർഗത്തിന്റെ അനുഭവങ്ങൾ ആസ്വദിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയസംബന്ധമായ ചർച്ചയിലേക്ക് കടന്നു വരികയാണ്. ഇന്നലെ പറഞ്ഞു വെച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അവസാനമായി നമ്മളിപ്പോൾ പറഞ്ഞെത്തിയത് സ്വർഗത്തിൽ കടക്കാനുള്ള കാരണങ്ങൾ ഈ ആയത്തുകളിലൂടെ അള്ളാഹു വ്യക്തമാക്കി എന്ന് പറഞ്ഞു. അബ്റാർ ഗുണമൊത്തവരാവണം. എല്ലാം ഒന്ന് ഇന്നലത്തെ ഭാഗം ഒന്ന് ഓർക്കാൻ വേണ്ടി പറയാണെന്ന് മാത്രം. എന്നിട്ട് അതിങ്ങോട്ട് വിശദീകരിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, പടച്ച റബ്ബ് ബാധ്യതയാക്കിയതിന്റെ അപ്പുറത്ത് ബാധ്യതയില്ലാത്ത കാര്യം സ്വയം ഏറ്റെടുത്ത് നിർബന്ധപൂർവം നേർച്ചയാക്കി ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ. സ്വതക്കയിൽ സുന്നത്തേ ഉള്ളൂ. പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്വതക്ക ചെയ്യാൻ നേർച്ചയാക്കാം. കുട്ടിക്ക് രോഗം വരുമ്പോൾ അത് സുഖപ്പെടാൻ നേർച്ചയാക്കാം. ഭാര്യയ്ക്ക് സുഖക്കേടാണ്, അത് സുഖപ്പെടാൻ വേണ്ടി നേർച്ചയാക്കാം. ഇങ്ങനെ നേർച്ചയാക്കിയിട്ട് നമുക്ക് നിർബന്ധമില്ലാത്ത ഒരു കാര്യം നേർച്ചയാക്കുന്നതോടുകൂടെ നിർബന്ധമായി. അങ്ങനെ നിർബന്ധ രൂപത്തിൽ സുന്നത്തുകൾ ചെയ്യുക. അവൻ പിന്നെ അള്ളാഹു നിർബന്ധമാക്കിയ 5 വഖ്ത് അവന് ഖളാ ഉണ്ടാകുമോ എന്ന് ചോദിക്കേണ്ടതില്ല. കാരണം അള്ളാഹ് നിർബന്ധമാക്കിയതിന്റെ പുറമെ ഐച്ഛികമായ കർമ്മങ്ങൾ ഇവൻ നിർബന്ധാക്കുകയാണ്. അവിടെയാണ് ഇവന്റെ പൂർണ്ണത. യൂഫൂന ബിന്നദർ. പിന്നെ എന്താണ് അവന്റെ പ്രത്യേകത? വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അന്നത്തെ ദുരന്തം ദൂരവ്യാപകമായി കിടക്കുന്ന ഒരു മഹാദിനം. ആ ദിവസത്തെ വല്ലാതെ ഭയപ്പെടുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പ്രതിഫല നാളിനെ ഭയപ്പെടുന്നവരാണ് സ്വർഗാവകാശികൾ. വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. സാധുവിനും അതുപോലെ തന്നെ അനാഥക്കും, അഗതിക്കും അനാഥക്കും ബന്ദിക്കും. ബന്ദി എന്ന് പറഞ്ഞത് വിശാലമായ അർത്ഥത്തിലാണ്. ജയിൽ പുള്ളി മാത്രമല്ല, കടത്തിൽ കുടുങ്ങിയവൻ ബന്ദിയാണ്, നിന്റെ കടക്കാരൻ ബന്ദിയാണ്, നിന്റെ ഭാര്യ ബന്ദിയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ ബന്ദികളെ നമ്മൾ പരിചയപ്പെടുത്തി. ആ ബന്ദികളോടൊക്കെ നല്ല നിലയിൽ വർത്തിക്കണം. അവർക്ക് അന്നം നൽകണം. അന്നം നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കേസ് പറഞ്ഞതാണ്. അവർക്ക് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുക്കണം. എന്നിട്ട് ആ കൊടുത്തത് ലോകമാന്യത്തിനു വേണ്ടിയാവരുത്. അല്ലെങ്കിൽ ഒരൽപ്പമങ്ങ് കൊടുത്ത് ഡബിളിങ് വാങ്ങലാവരുത്. മറിച്ച് പടച്ച റബ്ബിന്റെ വജ്ഹ് മാത്രം, പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. അതേ, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്
ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ. ഞങ്ങൾ പടച്ച റബ്ബിന്റെ പൊരുത്തം കരുതി മാത്രമാണ് നിങ്ങളോട് ഇങ്ങനെ സഹകരിക്കുന്നത്. നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, അന്നം തരുന്നത്, വസ്ത്രം തരുന്നത്, എല്ലാ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ. നിങ്ങളിൽ നിന്ന് പ്രത്യുപകാരം ഞങ്ങൾ മോഹിക്കുന്നില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു നന്ദി പ്രകടനവും ഞങ്ങൾ മോഹിക്കുന്നില്ല. ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. കാരണം നമ്മുടെ എല്ലാമെല്ലാമായ രക്ഷിതാവിൽ നിന്ന് വളരെ പ്രയാസത്തോടുകൂടെ മുഖം ചുളിച്ച് പല്ലിളിച്ച് സഹിക്കേണ്ട ഒരു നാള്. അന്നത്തെ വിഷമം അത്ര ലാഘവത്തോടെ ആ വിഷമത്തെ സമീപിക്കാൻ കഴിയില്ല. വളരെ പ്രയാസപ്പെട്ടു മാത്രമേ ആ ദിവസത്തെ അഭിമുഖീകരിക്കാൻ കഴിയൂ. അത്തരമൊരു ദിവസം മുഖം ചുളിക്കേണ്ട, നെറ്റി ചുളിക്കേണ്ടി വരുന്ന ആ ശക്തമായ ദിനത്തെ ഞങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സഹകരണം നിങ്ങളോട് കാണിച്ചത്, ഭക്ഷണം തന്നത്, വസ്ത്രം തന്നത്, സഹായങ്ങൾ ചെയ്തു തന്നത് എന്ന് പറയുക. ഇത്രയും ഭാഗമാണ് എന്ന് പറഞ്ഞാൽ കൊടുത്തതിലുള്ള ഉദ്ദേശശുദ്ധി വ്യക്തമാക്കുക. നാക്കുകൊണ്ട് പറയാ, അല്ലെ മനസ്സുകൊണ്ട് പറയാ. നാക്കുകൊണ്ട് പറയുമ്പോഴുള്ള സുഖം ഞാൻ ഇന്നലെ പറഞ്ഞു. ആ വാങ്ങുന്ന ആൾക്ക് ധൈര്യമായിട്ട് അത് വാങ്ങി വെക്കാം. ഇവനെ കൊണ്ട് എനിക്ക് ഇനി ഒരു ശല്യം ഉണ്ടാകൂല, ഇവനിത് എടുത്തു പറഞ്ഞ് നാലാളെ മുന്നിൽ എന്നെ വഷളാക്കുന്ന ചുറ്റുപാടുണ്ടാകൂല എന്നും എനിക്ക് എൻ്റെ ഇസ്സത്ത് അത് കീപ്പ് ചെയ്ത് തന്നെ ജീവിക്കാനാവും. ഇവനോടൊരു 1000 രൂപ വാങ്ങി എന്ന് കരുതി എൻ്റെ അഭിമാനം തകരില്ല എന്ന ഒരു ഉറപ്പ് അയാൾക്ക് കിട്ടും. അവിടെയാണ് നാക്കുകൊണ്ട് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്നും കൂടെ പറഞ്ഞു. ഇത്രയും ഭാഗമാണ് നാം വിശദീകരിച്ചു വെച്ചത്. നേരെ അതൊന്ന് കേൾപ്പിച്ചെന്ന് മാത്രം, ഇന്നലെ എന്തു പറഞ്ഞു എന്നറിയാൻ. അത് കാരണമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു എന്നതുകൊണ്ട് ഇത്തരം സജ്ജനങ്ങൾക്ക് അള്ളാഹു ആ ദിവസത്തെ ദുരന്തം അവരെ തൊട്ട് കാത്തിരിക്കുന്നു. ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം. അന്നത്തെ ശിക്ഷയിൽ അകപ്പെടൂല. കാരണം അവരാ ശിക്ഷയെ നന്നായി ഭയന്നതാണ്. അതിനുവേണ്ടിയുള്ള മുൻകരുതലൊക്കെ ഭൂമിയിൽ നിന്ന് തന്നെ നടത്തിയവരാണ്. ആയതുകൊണ്ട് അള്ളാഹു അവർക്ക് ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ല, അവർക്ക് അള്ളാഹു കനിഞ്ഞേകി, അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്തു. മുഖത്തിന് പ്രസന്നതയും മനസ്സിന് സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്തു. മുഖത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷം. അന്ന് ചില മുഖങ്ങൾ സന്തോഷം തുളുമ്പുന്ന മുഖങ്ങളാണ്, പുഞ്ചിരിക്കുന്ന മുഖങ്ങളാണ്. മുസ്തബ്ശിറ, സന്തോഷം തുളുമ്പുന്ന മുഖങ്ങളാണ്. തഅരിഫു ഫീ വുജൂഹിഹിം നദറത്തൻ നഈം. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, സ്വർഗാവകാശികളുടെ മുഖത്തേക്ക് അന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നബിയെ, അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആസ്വാദനങ്ങളുടെ തിളക്കം അവരുടെ മുഖത്ത് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. മുഖത്ത് നിന്ന് നിങ്ങൾക്കത് മനസ്സിലാകും. അവരുടെ മുഖത്തേക്കങ്ങ് നോക്കിയാൽ എന്തൊരു ചന്തമാണ് അവരുടെ മുഖത്തിന്, എന്തൊരു തെളിച്ചമാണ് അവരുടെ മുഖത്തിന്, എന്തൊരു ഓമനത്വമാണ് അവരുടെ മുഖത്തുള്ളത്. അതെ, മനസ്സിൽ സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ കേൾപ്പിച്ചതാണ്, മനസ്സ്, മുഖം അത് മനസ്സിന്റെ കണ്ണാടിയാണ്. മനസ്സിൽ സന്തോഷമുണ്ടോ അത് മുഖത്ത് കാണും. അതാണ് ഖുർആൻ പറഞ്ഞത്, സൂറത്തു അബസയിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു. അന്ന് ചില മുഖങ്ങൾ വെട്ടിത്തിളങ്ങുന്ന മുഖങ്ങളാണ്. മുസ്ഫിറ, വാഹിക, പുഞ്ചിരി തൂകുന്ന തൂമന്നഹാസം കാണിക്കുന്ന മുഖങ്ങളാണ്. മുസ്തബ്ശിറ, ഓമനത്വം തുളുമ്പുന്ന, സന്തോഷം വിടർന്നു നിൽക്കുന്ന മുഖങ്ങളാണ്. ഈ ഒരവസ്ഥ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണോ ഒരു വിഷയത്തിൽ സന്തോഷിക്കുന്നത്
അപ്പൊ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്തത് കാണുമായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സുറ, മുത്തുനബിക്ക് വല്ല കാര്യത്തിലും വല്ല സന്തോഷവും ഉണ്ടായാൽ ഇസ്തനാറ വജ്ഹുഹു കഅന്നഹു ഖിത്അതു ഖമർ, 14-ാം രാവിലെ പൂർണ്ണ പൗർണമിയെ പോലെ അമ്പിളിമാമന്റെ ഒരു ചെത്താണോ മുത്തുനബിയുടെ പൂമുഖം എന്ന് തോന്നിപ്പോകും. കഅന്നഹു ഖിത്അതു ഖമർ, അമ്പിളിമാമന്റെ ഒരു ചെത്താണോ മുത്തുനബിയുടെ പൂമുഖം എന്ന് തോന്നിപ്പോകും കണ്ടാൽ. സഹാബാ കിറാം റളിയല്ലാഹു അൻഹും പറഞ്ഞു, അതെ, മനസ്സിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ അത് മുഖത്ത് ഇങ്ങനെ പ്രകടമായി കാണും. അതുകൊണ്ടാണ് അത്തരം ആളുകളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നിന്റെ മുഖത്ത് നോക്കിയിട്ട് നല്ല സുഖാണെന്നാണല്ലോ തോന്നുന്നത്. ചിലപ്പോൾ ഇതിനെതിരും ഉണ്ടാവാം. പുറത്തേക്ക് നല്ല സന്തോഷം പ്രകടിപ്പിച്ച് അകത്ത് ടെൻഷന്റെ കാർമേഘങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും. അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ എത്ര തന്നെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും മനസ്സിനകത്തുള്ള വിഷമം മുഖത്ത് പ്രകടമാകുമെന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സന്തോഷം മുഴുവനും അവിടുത്തെ മുഖത്ത് പ്രകടമാകുമായിരുന്നു. ഇതുകൊണ്ടാ മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് ഉജൂഹു യൗമൈദിൻ നാഇമ, അന്ന് ഓമനത്വം തുളുമ്പുന്ന ചില മുഖങ്ങളുണ്ട്. നാഇമ, ആ മുഖം ഇങ്ങനെ കണ്ടാൽ മിനുസമുള്ള മുഖം, വാർന്നു നിൽക്കുന്ന മുഖങ്ങള്, ഒരു പ്രയാസവുമില്ല, ഒരു ടെൻഷനും ഇല്ല എന്ന് കണ്ടാൽ തന്നെ തോന്നുന്നു. ഉജൂഹു യൗമൈദിൻ നാഇമ ലിസഇഹാ റാളിയ, അവരുടെ കഠിനാധ്വാനത്തിന്റെ പേരിൽ അവരൊരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, ഹറാമും ഹലാലും നോക്കി ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അധ്വാനങ്ങൾക്കൊക്കെ അവർ ഇന്ന് സംതൃപ്തരാണ്. ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് അവരുടെ മുഖത്ത് ഓമനത്വം തുളുമ്പുമെന്ന് ഖുർആൻ പറയുന്നു. ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് സ്വർഗാവകാശികൾക്ക് വലഖാഹും നളുറ, അവർക്ക് മുഖത്തിന് പ്രസന്നത നൽകും. വസ്സുറൂറ, മനസ്സിന് അല്ലാഹു സന്തോഷവും നൽകും. വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ, വജസാഹും ബിമാ സബറു, അവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നു. ബിമാ സബറു, അവർ ക്ഷമിച്ചത് കാരണമായി. സ്വർഗാവകാശികൾ ക്ഷമിച്ചത് കാരണമായിട്ട് സ്വർഗാവകാശികൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നു. ജന്നതൻ വഹരീറാ, ജന്നതൻ വഹരീറാ, ജന്ന സുഖലോക സ്വർഗം അവർക്ക് പ്രതിഫലമായി നൽകുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗീയ ആരാമം അവർക്ക് പ്രതിഫലമായി നൽകുന്നു. വഹരീറാ, അണിഞ്ഞൊരുങ്ങാൻ പട്ടുടുപ്പുകളും നൽകുന്നു. അണിഞ്ഞൊരുങ്ങാൻ പട്ടുടുപ്പും സ്വർഗീയ ആരാമങ്ങളും അവർക്ക് പ്രതിഫലമായി നമ്മൾ നൽകുന്നു. ആ തോട്ടത്തിലിറങ്ങി യഥേഷ്ടം ഭക്ഷിക്കാം, ഭുജിക്കാം, ഒരു വിഷമവുമില്ല, നിയന്ത്രണങ്ങളില്ല. ഒരു കുലയിൽ നിന്ന് പറിച്ചെടുത്ത പഴം ആ പഴം കഴിക്കുമ്പോൾ ഇപ്പോഴുള്ള ടേസ്റ്റ് അല്ല, അതേ കുലയിൽ അതേ രൂപത്തിലുള്ള മറ്റൊരു പഴം പറിച്ചെടുത്ത് തിന്നുമ്പോൾ കണ്ടാൽ ഒരേ രൂപത്തിൽ, വൗതൂബിഹി മുതശാബിഹ, കണ്ടാൽ ഒരേ രൂപത്തിലാണ്, പക്ഷെ കഴിച്ചു നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഒരൊറ്റ കുലയിലുള്ള 2 മാമ്പഴം, അതിന് 2 രുചിയുണ്ടാവുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഖുർആൻ പറയുന്നു സ്വർഗത്തിൽ കിട്ടാൻ പോകുന്നത് ഇത്തരം തോട്ടങ്ങളാണ്. ജന്നതൻ വഹരീറാ, ആ തോട്ടത്തിലുള്ള സൗഖ്യങ്ങൾ, ആ തോട്ടത്തിൽ ഇവന് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴേക്ക് നമ്മുടെ സമയം ഭയന്നുകൊണ്ട്, കാരണം ഇന്ന് നമുക്ക് സൂറത്തുൽ ഇൻസാൻ തീർക്കണം. അതുകൊണ്ട് ഇഷ്ടം പോലെ തിന്നുകുടിക്കാൻ തോട്ടങ്ങൾ കഴിഞ്ഞില്ല, സ്വർഗീയ ആരാമങ്ങൾ. അതുപോലെ തന്നെ ഉടുത്തണിഞ്ഞൊരുങ്ങാൻ, അണിഞ്ഞൊരുങ്ങി പുറപ്പെടാൻ, അതുപോലെ തന്നെ കൂട്ടുകാർക്കിടയിൽ ഇരുന്ന് പുത്തനുടുപ്പുകൾ ധരിച്ച് അതാ അണിഞ്ഞൊരുങ്ങി പരസ്പരം ഒരുമിച്ചിരുന്ന് സൊള്ളിയിരിക്കാൻ, വേണമെങ്കിൽ ഷോപ്പിങ്ങിന് പോവാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗാവകാശികൾ ഷോപ്പിംഗ് നടത്തും, സ്വർഗാവകാശികൾ കച്ചവടം നടത്തും, സ്വർഗാവകാശികൾ കൃഷി ചെയ്യും.
ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്തിന്? ഇവിടുന്ന് ഇത്രയൊക്കെ കൃഷിപ്പണി പാടുപെട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ നിസ്കാരം ഖളാ ആകാതെ ശ്രദ്ധിച്ചു പോന്ന് നാളെ സ്വർഗം കിട്ടിയിട്ട് വീണ്ടും കൃഷിപ്പണിയോ? ഇനിയും അധ്വാനിക്കുകയോ പാടുപെട്ട് അധ്വാനിക്കുകയോ? മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ഹബീബായ റസൂലുള്ളാഹി തന്നെ പഠിപ്പിക്കുന്നുണ്ട്, അത് ഉടുക്കാൻ വേണ്ടിയല്ല, തിന്നാൻ വേണ്ടിയല്ല, മറിച്ച് അതൊരു ഹോബിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിൽ എല്ലാവിധ ആനന്ദവും അവർക്ക് നൽകുകയാണ്. അപ്പോൾ തിന്നാനും കുടിക്കാനും അണിഞ്ഞൊരുങ്ങാനുള്ള പുത്തൻ ഉടുപ്പുകളും സ്വർഗീയ ഉടയാടകളും എല്ലാം അല്ലാഹു നൽകുന്നു. ജന്നത്തൻ വഹരീറ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം, ജന്നത്തൻ ബുസ്താനൻ യഅ്കുലൂന മിൻഹു മാ ശാഉ. അവർക്ക് വേണ്ടത് പറിച്ച് തിന്നാൻ പറ്റുന്ന ആരാമം. വഹരീറൻ യൽബസൂനഹു വയതസയ്യനൂന ബിഹി. അണിഞ്ഞൊരുങ്ങാൻ പറ്റുന്ന പട്ടുടുപ്പുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുകയാണ്. പക്ഷേ സ്വർഗത്തിലെ പട്ടുടുപ്പ് ഉടുക്കണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് പട്ടുടുപ്പ് ധരിക്കാൻ പാടില്ല പുരുഷന്മാർ, സ്ത്രീകൾക്കല്ല. പുരുഷൻ ഭൂമിയിൽ വെച്ച് പട്ട് ഹറാമാക്കിയെങ്കിലേ സ്വർഗത്തിൽ നിന്ന് പട്ട് ധരിക്കാൻ കഴിയൂ. പുരുഷൻ ഭൂമിയിൽ നിന്ന് കള്ള് ഹറാമാക്കിയെങ്കിലേ സ്വർഗീയ കള്ള് കുടിക്കാൻ കഴിയൂ. ഇതൊക്കെ കൂട്ടത്തിൽ ആ കാര്യങ്ങളൊക്കെയും വിശദീകരിക്കേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ സ്വർഗീയ അനുഭവങ്ങൾ പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അതിന്റെ ചില സാമ്പിളുകൾ മാത്രമാണ് ഈ പറഞ്ഞത്. ജന്നത്തം വഹരീറ, അതിലെല്ലാം ഉണ്ട്. ജന്ന എന്ന് പറഞ്ഞതിൽ എല്ലാ തരം പഴവർഗ്ഗങ്ങളും എല്ലാ തരം ഭക്ഷണങ്ങളും ആ പറഞ്ഞതിൽ പെട്ടു. ഹരീറ എന്ന് പറഞ്ഞ മുന്തിയ തരം വസ്ത്രം പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ ഏതെല്ലാം ഉടുപ്പുകളും വസ്ത്രങ്ങളും കോലപ്പെടുന്നോ അത് മുഴുവനും അതിൽ പെട്ടു. അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ശബ്ദമാണ് വഹരീറ എന്ന് പറഞ്ഞ ശബ്ദം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നൽകുന്നു. എന്താ നൽകാൻ കാരണം? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വജസാഹും ബിമാ സബറൂ. അവർ ക്ഷമിച്ചതുകൊണ്ടാണ് അവർക്കിത് നൽകുന്നത്. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഇബാദത്തുകളുടെ പ്രയാസങ്ങളിൽ അവർ ക്ഷമിച്ചു. സ്വർഗാവകാശികൾ ക്ഷമിച്ചതുകൊണ്ടാണ് സ്വർഗം കൊടുത്തത് എന്ന് അല്ലാഹ് പറയുമ്പോ എന്താണ് ഇതിന് കാരണം? നിസ്കരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം, നോമ്പ് നോൽക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം, ഖുർആൻ ഓതണമെങ്കിൽ നല്ല ക്ഷമ വേണം. പൈങ്കിളി സാഹിത്യം വായിക്കാൻ ക്ഷമ വേണ്ട, പക്ഷേ ഖുർആൻ ഓതണമെങ്കിൽ നല്ല ക്ഷമ വേണം. കാരണം എന്താ? ഇക്കിളി സാഹിത്യങ്ങൾ നഫ്സിന് ദാഹമുള്ളതാണ്, നമുക്ക് താല്പര്യമുള്ള കേസാണ്. ഹറാമുകൾ നമുക്ക് താല്പര്യമുള്ള കേസാണ്. ഇബാദത്തുകൾ നമ്മുടെ നഫ്സിന് ചടപ്പാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്തിനോട് നമുക്ക് പ്രകൃതിപരമായിട്ട് വിരക്തിയാണ് തോന്നുന്നതെങ്കിൽ അവിടെ നമ്മൾ നന്നായി ക്ഷമിക്കണം. നിസ്കരിക്കാൻ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കണമെങ്കിൽ നന്നായി ക്ഷമിക്കണം. സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കണമെങ്കിൽ ഇശാ നിസ്കരിച്ചു. മാത്രമല്ല അതിന്റെ ശേഷമുള്ള റവാത്തിബ് സുന്നത്തും നിസ്കരിച്ചു. പിന്നീട് 3 റക്അത്ത് വിത്ർ നിസ്കരിക്കാൻ ഒരു ചെറിയ അലസത, ഒരു മടി വരുന്നു. കഴിഞ്ഞു. അതേ, വീണ്ടും നമ്മൾ 3 റക്അത്ത് വിത്ർ നിസ്കരിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്ത്, ഏറ്റവും നല്ലത് 3 റക്അത്ത് നിസ്കരിക്കലാണ്. ആ 3 റക്അത്ത് വിത്ർ നിസ്കരിക്കണമെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. കഴിഞ്ഞില്ല. ഹറാമ് തിന്നാതെ കഴിയണമെങ്കിൽ ക്ഷമിക്കണം. തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ഹറാമ് സമ്പാദിക്കുന്നതിലൂടെയും പെട്ടെന്ന് മുതലാളിയാവാം. എന്നല്ല, അല്ലാഹു ഹറാമാക്കിയ പല ഭക്ഷണങ്ങൾക്കും ടേസ്റ്റ് കൂടുതലാണ്, വിലക്കപ്പെട്ട കനികൾക്ക് സ്വാദ് കൂടുതലാണ്. ആ കനികളിലേക്ക് അടുക്കാതിരിക്കണം. വ്യഭിചാരവും നമ്മുടെ ശരീരത്തിന് സ്വാദുള്ള കേസാണ്. അതുപോലെ തന്നെ മറ്റുള്ളവന്റെ പച്ചമാംസം തിന്നുക നമുക്ക് ഹരമുള്ള കാര്യമാണ്. മറ്റുള്ളവരെ പരിഹസിക്കുക അത് നമുക്കൊരു ഹോബിയായിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെയും മാറി നിൽക്കണം. അപ്പോൾ നന്നായി ക്ഷമിക്കണം. എന്തെല്ലാം കാര്യങ്ങളിൽ ക്ഷമിക്കണം? ഇബാദത്തിന്റെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് ക്ഷമിക്കണം.
അതുപോലെ തന്നെ ശരീരത്തിന്റെ ഇച്ഛകൾ ഒഴിവാക്കണമെങ്കിലും ക്ഷമിക്കണം. വേണ്ടാത്തരങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിലും ക്ഷമ ആവശ്യമാണ്. അതേ രൂപത്തിൽ തന്നെ നമുക്കാവശ്യമുള്ള ഭക്ഷണം ഇന്നലെ പറഞ്ഞല്ലോ, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി, ആ ഭക്ഷണത്തിന് നമുക്ക് മോഹമുള്ളതോടുകൂടെ അത് പാവങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയാൻ അത് എളുപ്പത്തിൽ സാധ്യമല്ല. അതിന് നല്ല ക്ഷമ വേണം. നമ്മുടെ ആവശ്യം അവിടെ നിർത്തിവെച്ചിട്ട് മറ്റൊരാളെ പരിഗണിക്കുക എന്നത് യുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഖുർആൻ പറഞ്ഞില്ലേ, അവരുടെ വയറ് എരിപൊരി കൊള്ളുന്നുണ്ടെങ്കിലും, അവരുടെ വയറ് ഒട്ടി നിൽക്കുകയാണെങ്കിലും ശരി, അസഹ്യമായ വിശപ്പുണ്ടെങ്കിലും ശരി, അവര് മറ്റുള്ളവർ കൂട്ടുന്നത് അവർക്ക് വല്ലാത്ത താല്പര്യമാണ്. അതേ ആരെപ്പറ്റി പറഞ്ഞത്? അൻസാറുകളെ കുറിച്ച്. മറ്റുള്ളവരോട് സഹകരിക്കുന്നു, അവർ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നു. ഇവർക്ക് നല്ല പ്രയാസമുണ്ടായിരിക്കെ, ഇവർക്ക് ഭക്ഷണമില്ലെങ്കിലും ഒരു മുഹാജിറിന് വേണ്ട ഭക്ഷണങ്ങൾ അവർ നൽകി. ഇവരുടെ പെണ്ണിനെ ത്വലാഖ് ചൊല്ലിയിട്ട് മുഹാജിറിന് അവർ കെട്ടിച്ചു കൊടുത്തു. ഇങ്ങനെ തുടങ്ങിയിട്ട് 1 ഏക്കർ ഭൂമിയുള്ളവൻ 1/2 ഏക്കർ ഭൂമി മുഹാജിറായ സഹോദരന് വിട്ടുകൊടുത്തു. ഇങ്ങനെയാണ് അവർ പരസ്പരം, അവർക്കിടയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്ലാമിന്റെ കലർപ്പില്ലാത്ത സാഹോദര്യ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനൊക്കെയും ക്ഷമ വേണം. ക്ഷമിക്കാതെ ഇതൊന്നും നടക്കില്ല. അപ്പൊ നന്നായി ക്ഷമിച്ചത് കൊണ്ടാണ് അവർക്ക് സ്വർഗം കിട്ടിയത്. ഞാൻ പറയുന്നു, ഇസ്ലാമിന്റെ ഏത് കാര്യത്തിനാ ക്ഷമ വേണ്ടാത്തത്? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ബിമാ സബറു എന്ന് പറയാൻ കാരണം ഇസ്ലാം മുഴുവനും ക്ഷമയിലൂട്ടപ്പെട്ടതാണ്. അല്ലേ? നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണം, നോമ്പ് നോൽക്കണമെങ്കിൽ ക്ഷമ വേണം, സകാത്ത് കൊടുക്കണം, അത് രണ്ടിനും ക്ഷമ വേണമെന്ന് നമുക്ക് വേഗം ബോധ്യപ്പെടും, നിസ്കാരത്തിനും നോമ്പിനും. എന്നാലോ സകാത്തിനോ വേണമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? നമ്മളെ സമ്പത്തില് സാധുവിന്റെ ഊഴുണ്ട്, അതങ്ങോട്ട് കണക്കുകൂട്ടി എടുത്തു കൊടുക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം, അല്ലാത്തവർക്ക് എടുത്തു കൊടുക്കാൻ കഴിയൂല, ഉറപ്പാണ്. പിന്നെ ഹജ്ജിന്റെ കാര്യത്തിൽ ക്ഷമ വേണോന്ന് ഹജ്ജ് ചെയ്ത ഒരാളോട് നിങ്ങൾ ചോദിക്കേണ്ടതില്ല. ഒരു ഹജ്ജ് ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം. കാശുള്ളത് കൊണ്ട് മാത്രം ഹജ്ജാവൂല. അൽ ഹജ്ജു ഹജ്ജും വസജ്ജ് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ഹജ്ജ് എന്ന് പറയുന്നത് അൽ ഹജ്ജു ഹജ്ജുൻ വസജ്ജുൻ, മുഷിയലും ചടയലുമാണ്. മുഷിയലും ചടയലുമാണ് ഹജ്ജ്. ഒരു ഹജ്ജ് അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോ, പോകുമ്പോ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഹജ്ജ് കഴിയുമ്പോ ഒരു 5 കിലോനെങ്കിലും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. ടെൻഷൻ ഒരുപാട് വരും. എന്നാൽ ആ വിഷമത്തിൽ നിന്നൊക്കെയും പടച്ച റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ ഒരു ദാഹമുണ്ട്. ആ വിഷമങ്ങൾക്ക് നടുക്കൊക്കെ അവൻ കഴിയുമ്പോഴും വല്ലാത്ത ഒരു ദാഹമുണ്ട്. പടച്ച റബ്ബ് എന്നെ സ്വീകരിക്കുമെന്നൊരു ഉറപ്പ്. അതിൽ നിന്നുള്ള മനമുരുകിയ പ്രാർത്ഥന, ഇതാണ് ഇവനെ രക്ഷിക്കുന്നത്. സമ്പത്ത് ചെലവഴിക്കണം. അതുപോലെ തന്നെ നന്നായി ശരീരം കൊണ്ട് അധ്വാനിക്കുകയും വേണം. ചുരുക്കത്തില് ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളിലും ക്ഷമ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ നല്ല പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആഖിർ സമാനില് തീ കണലുകൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചു നിൽക്കുന്നവനെ പോലെ ആയിരിക്കും എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവൻ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? കാരണം പരിസരങ്ങളൊക്കെ മോശമാകും. ആ പരിസരങ്ങളൊക്കെ മോശമാകുമ്പോ ഇവൻ ഒരിക്കലും അത്തരം അശ്ലീലങ്ങളിൽ മലിനമാകാതെ ഇവന്റെ വ്യക്തിത്വം കീപ്പ് ചെയ്യണമെങ്കിൽ നന്നായി ക്ഷമിക്കേണ്ടി വരും. ഈത്തപ്പന വൃക്ഷത്തോടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉദാഹരിച്ചിട്ടുള്ളത്. മൂമിനെ ഉദാഹരിച്ചത്, ഈമാനെ ഉദാഹരിച്ചത് ഖുർആൻ, മൂമിനെ ഉദാഹരിച്ചത് റസൂലുള്ളാഹി. ഈത്തപ്പന മരത്തോടാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഈത്തപ്പന മരത്തിന് പ്രതിരോധ ശേഷിയുണ്ട്. അത് തന്നെയാണ് ആ ഈത്തപ്പന മരം വളർന്നു നിൽക്കുന്ന സാഹചര്യം. ശക്തമായ ചൂടാണ് മണൽ ഭൂമിയിലുള്ളത്. അതുപോലെ തന്നെ നമ്മളെപ്പോലെ ഉറച്ച മണ്ണല്ല, ഇളകിയ മണലിലാ നിൽക്കുന്നത്. 2 നിലക്കും വെള്ളമില്ലാത്ത ഭൂമി, മണൽ ഭൂമിയിലാണ്. ഇത് രണ്ടും പരിഗണിക്കുമ്പോ ചൂടേറിയ മണ്ണിൽ ഈത്തപ്പന മരം ഉണങ്ങിപ്പോകണം, അത് സംഭവിക്കുന്നില്ല. അതേ രൂപത്തിൽ തന്നെ കാറ്റടിച്ചാൽ വീഴണം, അതും സംഭവിക്കുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? ശാസ്ത്രം അതേക്കുറിച്ച് പഠിച്ചു.
ഈയിടെ അടുത്തായി നടന്ന ഒരു റിസൾട്ട് പുറത്തുവിട്ടു. ഈത്തപ്പന മരത്തിന്റെ പ്രതിരോധ ശേഷി എന്ത്? എന്നും ഇല കൊടിയാതെ നിൽക്കുന്നല്ലോ. അല്ലാഹുവിന്റെ ഹബീബും പറഞ്ഞു, ഇന്ന മിന ശജരി ശജറത്തൻ, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട് സ്വഹാബാ, ലാ യസ്കുതു വറഖുഹാ, അതിന്റെ ഇല കൊഴിയുകയില്ല. ഇല പൊഴിയാത്ത ഒരു മരമുണ്ട്. ഏതാണത് നിങ്ങൾക്കറിയോ? വഇന്നഹാ മസലുൽ മുഅ്മിൻ, അത് വിശ്വാസിയെ പോലെയാണ്. അതിനെ ഉദാഹരിക്കാൻ പറ്റുന്നത് വിശ്വാസിയോടാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരിക്കലും വ്യക്തിത്വം നഷ്ടപ്പെടാത്തവനാണ് വിശ്വാസി. ശക്തമായ ചൂടത്ത് ഈ മരം ഉണങ്ങിപ്പോകുന്നില്ല. ശക്തമായ കാറ്റടിച്ചാൽ മണൽ ഭൂമിയിലെ അറേബ്യൻ മണലാരണ്യത്തിലെ കാറ്റിനെ കുറിച്ച് പ്രവാസികൾക്കറിയാം, പൊട്ടിക്കാറ്റിനെ കുറിച്ചറിയാം. അപ്പോഴൊന്നും ശക്തമായ കാറ്റുകളിൽ ഈ മരത്തിനൊന്നും പറ്റുന്നില്ല. എന്താ കാരണം? ചൂടത്തുണങ്ങിപ്പോകാതിരിക്കുന്നത് ഇതിന്റെ താഴ്വേരുകളാണ് ഇതിന്റെ രഹസ്യമെന്നാ പറഞ്ഞത്. വളരെ ആഴത്തിലേക്ക് ഈത്തപ്പന മരത്തിന്റെ വേരുകൾ ആണ്ടിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമില്ലാന്ന് കരുതിയാലും ഇതിന്റെ വേരുകൾ വളരെ ആഴത്തിലായതുകൊണ്ട് വെള്ളം സ്വീകരിക്കുന്നു. അപ്പോൾ അതിന്റെ തല ഉണങ്ങാതെ നിൽക്കുന്നു. വെള്ളം തേടി ഇത്രയും താഴോട്ടുള്ള ഈ പ്രയാണത്തില് ഇനി കാറ്റടിച്ചാൽ ഇതിന് പിടിച്ചു നിൽക്കാൻ കഴിയും. കാരണം വേരോട്ടുള്ള മരം കാറ്റടിക്കുമ്പോഴേക്ക് വീഴൂല. ഇതുകൊണ്ടാ നബിതങ്ങൾ പറഞ്ഞത് ഈത്തപ്പന മരത്തെ പോലെയാണ് വിശ്വാസി. ഇനി നോക്കിക്കോ, ഖുർആൻ പറഞ്ഞത് അത് ഇന്നത്തെ ഒരു പഠന റിസൾട്ട് പുറത്തുവിട്ടപ്പോ അതിനനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചതല്ലേ എന്ന് തോന്നണ്ട. നബിതങ്ങൾ പറഞ്ഞു, ലാ യസ്കുതു വറഖുഹാ, അതിന്റെ ഇല കൊഴിയൂല. മറ്റു പല മരങ്ങളും വേനൽക്കാലത്ത് നോക്കിയാൽ ഏതാ മരം? നാലാൾ ഇങ്ങനെ അഭിപ്രായം പറയാൻ, തൊലി കണ്ടിട്ട് ഇന്ന മരാണെന്നാ തോന്നുന്നത്. അപ്പോഴേക്ക് മറ്റൊരാൾ വണ്ണം കണ്ടിട്ട് ഇന്നതാന്നാ തോന്നുന്നത്. മറ്റൊരാൾ വാസനിച്ചിട്ട് പറഞ്ഞു, സ്മെല്ല് കേട്ടിട്ട് ഈ മരം ഇതൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞതൊന്നുമല്ല. മൂന്നാമത്തെ ആൾ വേറൊരു അഭിപ്രായം പറയുന്നു. ഇങ്ങനെ പറയേണ്ട ഒരു ഗതികേട് ഒരിക്കലും ഉണ്ടാവില്ല. ഏതിന്? ഈത്തപ്പന മരത്തിന് ലാ യസ്കുതു വറഖുഹാ, ഇല കൊഴിയൂല എന്നും അത് ഏതാണ് എന്ന് അതിന്റെ തലയിലേക്കങ്ങ് നോക്കിയാൽ തിരിച്ചറിയും. ഇതേ രൂപത്തിലാണ് ഒരു വിശ്വാസി. നിങ്ങളൊരു മാപ്പിളയാണോ? നിങ്ങളെ തലയിലേക്ക് നോക്കിയാൽ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളുടെ തലയുടെ നിങ്ങളെ പിന്നാമ്പുറത്ത് നിന്ന് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളൊരു മാപ്പിളയാണോ എന്ന് ബോധ്യപ്പെടും. അപ്പാച്ചിക്കട്ടുമായി നടക്കുന്നുണ്ടെങ്കിൽ ഒരു മാപ്പിളയാണെന്ന് ബോധ്യപ്പെടാൻ കുറച്ച് പ്രയാസമുണ്ടാകും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന് പകുതി ഭാഗം മുടി കളഞ്ഞ് പകുതി നിർത്തുന്നത് തീരെ ഇഷ്ടമില്ലായിരുന്നു. ഇവിടെ കളയുന്നില്ലല്ലോ, വെട്ടുന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചേക്കാം. വെട്ടുക എന്ന് പറഞ്ഞാൽ കളയുന്നതിന്റെ അർത്ഥത്തിലാവുന്നുണ്ടത്. മെഷീൻ വെച്ചിട്ട് വളരെ, എന്തായാലും അള്ളാന്റെ റസൂൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു വിശ്വാസി അതിന് അനുവദിക്കൂല എന്നാണ് ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഒരു വൃത്തിയില്ലാത്ത, അല്ലെ, കാണാൻ ഒരു കോലും ഇല്ലാത്ത, അങ്ങനെ ആക്കുന്നതോടുകൂടെയുള്ള ചൊറുക്കൊക്കെ പോവുകയാണ്. നമ്മളെ കുട്ടികൾക്ക് തോന്നുന്നത് ഭയങ്കര ചൊറുക്കാണ്, ഭംഗിയാണോ. സംഗതി ഒരു കോലും ഇല്ലാതെ ആവുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ തലയിലേക്ക് നോക്കിയാൽ കാണും, നിങ്ങളെ തുണിയിൽ നോക്കിയാൽ കാണും. ഞെരിയാണി വിട്ട് തുണി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ മാപ്പിളയാണോ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെ സംഭവിച്ചു പോയാൽ ഓ മുഅ്മിനല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇവനെ മാപ്പിളയാണെന്ന് തിരിച്ചറിയാൻ പറ്റിയ അലാമത്തുകളാണിത്. അപ്പൊ പ്രതിരോധ ശേഷി ഉണ്ടാകും. സാഹചര്യങ്ങൾ എന്താവട്ടെ, കൂട്ടുകാർ കുടിച്ചെങ്കിൽ ഇവൻ കുടിക്കൂല. ന്യൂ ഇയർ ആഘോഷിച്ചതാണ്, കൂട്ടുകാരൊക്കെ കുടിച്ചപ്പോ ഇവനും ഒന്ന് രുചിച്ചു. അങ്ങനെ ഒരു അവസ്ഥ മുസ്ലിമിനുണ്ടാവില്ല. ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നുകയാണ്. അത് മുസൽമാനില്ല ആ മുദ്രാവാക്യം. പറ്റൂല. മുസൽമാൻ എന്നും മുസ്ലിമായിട്ട് തന്നെ നിലനിൽക്കണം. അപ്പൊ മറ്റുള്ളവരുടെ കൂടെ അവൻ കൂട്ടുകെട്ടിയാലും അവരുടെ കൂടെ യാത്ര ചെയ്താലും അവൻ അവനായിട്ട് എപ്പോഴും തെളിഞ്ഞു നിൽക്കും. മറ്റു മരങ്ങളിൽ നിന്ന് ഈത്തപ്പന മരം വേറിട്ട് നിൽക്കും പോലെ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. ഖുർആൻ പറഞ്ഞതോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കലിമത്തുൻ ത്വയ്യിബിനെ വിശേഷിപ്പിച്ചത് കണ്ടില്ലേ? കശജറത്തിൻ ത്വയ്യിബ, ഒരു നല്ല മരം പോലെയാണത്. എന്താണ് ആ മരത്തിന്റെ സ്വഭാവം? അസ്ലുഹാ സാബിത്തുൻ. അസ്ലുഹാ സാബിത്തുൻ, ഇപ്പോ ഇങ്ങ് കണ്ടുപിടിച്ചത് എന്ന് പറയണ്ട. ഖുർആൻ പറയുന്നു അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ താഴ്വേരുകൾ, അതിന്റെ വേര് വളരെ വളരെ താണിറങ്ങിയിരിക്കുന്നു ഭൂമിയിലേക്ക്. അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകൾ അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്നു, ഒരു മാറ്റവുമില്ല. ഹബീബ് പഠിപ്പിച്ചു ലാ യസ്കുതു വറഖുഹാ. പിന്നെയുള്ള സ്വഭാവം എന്താ? തുഉതി ഉകുലഹാ,
കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ. വേരോട്ടമുണ്ട്, പടർന്നു പന്തലിച്ച് കിടക്കുന്നുണ്ട്. ഈ രണ്ടു ഗുണമല്ല. വേരോട്ടം എന്ന് പറഞ്ഞത് ഈമാനിന്റെ വേരോട്ടമാണ്. വളർന്നു പന്തലിച്ച് കിടക്കുന്ന ചില്ലകൾ എന്ന് പറഞ്ഞത് ഇവന്റെ അമലു സാലിഹാത്തുകളെ കുറിച്ചാണ്. ഇനിയോ തുഅതി ഉകുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അതിന്റെ സ്വാദിഷ്ടമായ കായ്ക്കനികൾ അത് ആവശ്യക്കാർക്ക് എല്ലാ സീസണിലും കൊടുത്തുകൊണ്ടിരിക്കും. ആര്? ഈത്തപ്പന, കാരക്ക അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു. അതേ രൂപത്തിലൊരു വിശ്വാസി അവന്റെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് തുഅതി ഉകുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ. ഈ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി. അപ്പൊ ഈത്തപ്പന മരത്തിന്റെ പ്രതിരോധ ശേഷിയില് ആണത്തത്തോടുകൂടെ നിൽക്കാൻ കഴിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ഉണർത്തുന്നു, നിങ്ങൾക്ക് സ്വബർ അത്യാവശ്യമാണ്. ക്ഷമ വേണം. വജസാഹും ബിമാ സ്വബറൂ. കൂട്ടുകാര് കുടിക്കുമ്പോ നിങ്ങൾ കുടിക്കരുത്. അവര് പിടിക്കുമ്പോ നിങ്ങൾ പിടിച്ചുകൂടാ. അവര് കളിക്കുമ്പോ നിങ്ങൾ കളിച്ചുകൂടാ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം നോക്കണം. അതിനനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത്. ക്ഷമ ഇതൊരുപാട് തരത്തിലുണ്ട്. ഹദീസിൽ പറഞ്ഞു പലതരത്തിലുള്ള ക്ഷമയുണ്ട്. അസ്വബ്റു അർബഅ, 4 തരത്തിലുള്ള ക്ഷമയുണ്ടെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതിലൊരൊറ്റ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ഇന്ന് മുഴുവൻ അത് വയലു പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ സൂറ തീർക്കാനുള്ളത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് എണ്ണിപ്പോകുന്നേ ഉള്ളൂ. വ്യാഖ്യാനങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടി വരും. കുറേ ഭാഗം നമുക്ക് ചുരുക്കി പറയേണ്ടി വരും. 4 തരത്തിലുള്ള ക്ഷമയുണ്ട്. ഒന്ന് അസ്വബ്റു അല സ്വദ്മത്തിലൂല. ഒരപകടം വരുമ്പോ പ്രഥമഘട്ടത്തിലുള്ള ക്ഷമ. ആ ക്ഷമ വളരെ തിളക്കമുള്ള ഒരു ക്ഷമയാ. എന്ന് പറഞ്ഞാൽ വാപ്പേണ്ട് മരിച്ചു, ഉമ്മേണ്ട് മരിച്ചു, ഒരു മകൻ പെട്ടെന്ന് ആക്സിഡന്റിൽ കുടുങ്ങിയ ആ സമയത്ത് അവന് പിടിച്ചു നിൽക്കുകയാണ്. എല്ലാവരും പറയുന്നു വല്ലാത്തൊരു ക്ഷമ തന്നെ, ഭയങ്കര മനക്കരുത്താട്ടോ. ഒരു മൂമിനായ മനുഷ്യനിൽ നിന്നുണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയാ പറയാ. അങ്ങനെ മറവൊക്കെ ചെയ്തു, എല്ലാറ്റിലും അവൻ പിടിച്ചു നിന്നു, നിസ്കരിച്ചു. മകനെ ഇവൻ തന്നെ കുളിപ്പിക്കുന്നു, അല്ലെങ്കിൽ വാപ്പാനെ കുളിപ്പിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഖബറുങ്ങൽ പോയി, നിസ്കാരം കഴിഞ്ഞു, ഖബറുങ്ങൽ പോയി, അവിടെയൊക്കെ പങ്കെടുത്തു. പിന്നെ പൊരേ വന്ന് വാപ്പാനെ കുറിച്ച് ഓർത്തപ്പോഴാണ് അവൻ കരയുന്നത്. ആ പ്രഥമഘട്ടത്തിലുള്ള ക്ഷമ. ഈ ക്ഷമക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അങ്ങനെയല്ല, ഒറ്റയടിക്ക് പെട്ടെന്ന് പിടുത്തം വിടും. പിന്നെ ഇങ്ങനെ പതുക്കെ 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 അതിങ്ങനെ കുറഞ്ഞു വരല, സ്വസ്ഥതയിലേക്ക് വരല. അതല്ല, അപകടങ്ങൾ വരുമ്പോ അതിന്റെ പ്രഥമഘട്ടത്തിൽ ക്ഷമിക്കണം. ഒന്ന്. പിന്നെയോ വഅല അദാഇൽ ഫറാഇദി, ദൗത്യ നിർവഹണത്തിൽ ക്ഷമ വേണം. ഫർളുകൾ നിർവഹിക്കുന്നിടത്ത്, അതാ നേരത്തെ പറഞ്ഞ നിസ്കരിക്കാന്, നോമ്പ് നോൽക്കാന്, ഖുർആൻ ഓതാന്, സദഖ കൊടുക്കാന്, സകാത്ത് കൊടുക്കാന്, ഹജ്ജ് ചെയ്യാന്, അതിലൊക്കെ ക്ഷമ വേണം. വഅല അദാഇൽ ഫറാഇദി വഅല ഇജ്തിനാബിൽ മഹാരിമി, വിലക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാനും ക്ഷമ വേണം. വ്യഭിചരിക്കാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. സുന്ദരിയായൊരു പെണ്ണിനെ കാണുമ്പോൾ നോക്കൽ മനസ്സിന്റെ ദാഹാണ്, കണ്ണിന്റെ ദാഹമാണ്. അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ക്ഷമ വേണം. നോക്കാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. നല്ല ഭംഗിയുള്ള ഒരു ചിത്രം കാണാൻ ഇന്ന് കൊണ്ടോട്ടി മുതൽ കോഴിക്കോട് വരെ ഒന്ന് യാത്ര ചെയ്യുമ്പോഴേക്ക് എത്ര സ്ഥലത്താ നമ്മുടെ കണ്ണുകൾ മലിനമാകുന്നതെന്ന് നിങ്ങൾ അറിയോ? കാരണം റോഡിന്റെ ഇരു സൈഡുകളിലും തലപൊക്കി നിൽക്കുന്ന ഉടുക്കാത്ത ചിത്രങ്ങളാണ് ഇന്നത്തെ ഈ ഡിജിറ്റൽ സംവിധാനം വന്നതോടുകൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സുബ്ഹാനല്ലാഹ്, പണ്ടൊക്കെ ഫോട്ടോ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ജീവൻ തുടിക്കുന്ന ഫോട്ടോ ആണ്. ജീവൻ തുടിക്കുന്ന ഫോട്ടോ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത്തരം ഫോട്ടോകളിലേക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നോക്കരുത്. അറിയാതെ നോക്കിപ്പോകുന്നതിനല്ല. കാരണം ഇന്ന് എന്തായാലും യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ബോർഡുകൾ കാണാതെ ഒന്നും യാത്ര ചെയ്യാൻ കഴിയില്ല. പക്ഷെ മനഃപൂർവ്വം അത് നോക്കി ആസ്വദിക്കുന്ന ഒരു ചുറ്റുപാട് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ക്ഷമ വേണം. അതേ രൂപത്തിൽ തന്നെ നല്ല ഹരമുള്ള ഒരു ചിത്രമുണ്ട്. നിങ്ങളെ സ്വന്തം വീട്ടിലേക്ക് അതെത്തി. ഒരു ബ്ലൂ ഫിലിം നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ജേട്ടനാ കൊണ്ടുവന്നത്, അനുജനാ കൊണ്ടുവന്നത്. അവൻ വളരെ വടക്കാണെന്നറിയാം. അവൻ കൊണ്ടുവന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുമില്ല. പക്ഷേ നിങ്ങളറിയാതെ നിങ്ങളും അതിന്റെ ഇരകളായി തീരുകയാണ്. കുറച്ച് കഴിയുമ്പോ അതിന്റെ അഡിക്റ്റായി മാറുന്ന സ്വഭാവമാണ് കാണുന്നത്. വീട്ടിലേക്ക് ടെലിവിഷൻ കൊണ്ടുവന്ന കാലത്ത് ആ ടെലിവിഷനെ വിമർശിച്ച ഉമ്മ, ആ ഉമ്മയാണ് 4 കൊല്ലം കഴിയുമ്പോ
ആ ഉമ്മയാണ് റിമോട്ട് കൺട്രോളുമായി മരുമക്കളുടെയും മക്കളുടെയും ആൺമക്കളുടെയും പേരമക്കളുടെയും ഒക്കെ മുമ്പിൽ അധ്യക്ഷയായിരിക്കുന്നത് ഉമ്മയാണ്. ഈ ഒരു ദുരവസ്ഥയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മാക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഹറാമുകൾ യഥേഷ്ടം വീട്ടിനകത്ത് വിളമ്പുമ്പോ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്തും ഈമാനും നമുക്കില്ല. നമ്മളറിയാതെ അതിൽ പെട്ടുപോകുന്നു. അവർക്ക് നരകമാണ്, ശക്തമായ ശിക്ഷയാണ്, വൃത്തികെട്ട ശിക്ഷയാണ് എന്ന് ഖുർആൻ എത്രയോ തവണ പ്രഖ്യാപിച്ചതാണ്. സൂറത്തുൽ ലുഖ്മാനിൽ പ്രത്യേകം അല്ലാഹു പറഞ്ഞത് കാണാം. അശ്ലീലോപകരണങ്ങൾ കാശ് കൊടുത്തു വാങ്ങുന്നവർ, വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ്, അശ്ലീലങ്ങൾ കാശ് കൊടുത്തു വാങ്ങുന്ന ജനങ്ങളുണ്ട്. എന്തിന്? ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയെ തൊട്ടത് മാർഗതടസ്സമാവാൻ. ആ വഴി ഏതാണെന്ന് റഈസുൽ മുഫസ്സിരീനായ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഹെഡായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞു, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വെച്ച് പ്രവചിക്കുകയാണ്, യഅനി തിലാവത്തുൽ ഖുർആൻ, നിങ്ങളെ വീട്ടിൽ അശ്ലീലോപകരണങ്ങൾ, ലഹുവുൽ ഹദീസ്, അശ്ലീലങ്ങൾ കടന്നു വന്നാൽ തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണമാണ് കേട്ടോ, അതുകൊണ്ട് മുടങ്ങിപ്പോകുക. ശരിയല്ലേ? ഇബ്നു അബ്ബാസ് അന്ന് പ്രവചിച്ചത് എങ്ങനെയുണ്ട്? ഓരോരുത്തരും അവനവന്റെ പ്രാദേശിക ലെവലിൽ ഒന്ന് കറങ്ങി നോക്കി. ഇതുകൊണ്ട് നിസ്കാരം മുടങ്ങുന്നില്ല, ബോധമുള്ളവർ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് മുടങ്ങണില്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാകും, കുറെയൊക്കെ വീഴ്ചയുണ്ടെങ്കിലും. പക്ഷേ ഞാൻ പറയുന്നു, ഈ പെട്ടികൾ നമ്മുടെ അകത്ത് കയറിയതിന്റെ ശേഷം നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും ഇപ്പം ഖുർആൻ ഓതാറില്ല. അതൊരു സത്യമാണ്. ഇതിനെ നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഓരോ ഗ്രാമാന്തരങ്ങളിലേക്കും നിങ്ങൾ കടന്നു എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും ഇത്. ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കലും ഈ ഒരു അശ്ലീല ഭ്രമം ഇത് നമ്മൾ ഒരല്പം അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ചെന്നെടുക്കുന്നത് അപകടത്തിലേക്കാണ് എന്നെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കണം. ഇതൊക്കെ ഒരുപാട് പറയാനുള്ളതാണ്. അശ്ലീല ഭ്രമം ഇത് വഴിവെക്കുന്നത് വലിയ മഹാദുരന്തങ്ങൾക്കാണ്. ഞാൻ ഇത്തവണ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ദുബൈയിൽ ചെന്ന സമയത്ത് അവിടെ ഞങ്ങൾ ഓഫീസിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അതാ ഒരു പാവപ്പെട്ട ഉപ്പയുടെ അനുഭവം അവിടെ പച്ചയായി മനസ്സ് തുറക്കുകയാണ്. ആ ഉപ്പ പറയുന്നു, എനിക്ക് വന്നുപെട്ട ഈ ദുരനുഭവം നിങ്ങൾ ഉമ്മത്തിനെ ബോധവൽക്കരിക്കണം. ഒരു ഉപ്പ പറയുന്നു, അയാളുടെ ഭാര്യ, ആ ഭാര്യ ഇയാള് ഒരു വർഷം മുമ്പ് നാട്ടിലേക്ക് അയച്ചതാ. ഒരു വർഷം മുമ്പ് നാട്ടിലേക്ക് പറഞ്ഞയച്ചതാണ്. ഒരു വർഷം മുമ്പ് നാട്ടിലേക്ക് പറഞ്ഞയച്ച് ഇന്ന് അയാൾ നാട്ടിൽ വന്നപ്പോ, ഒരു വർഷം കഴിഞ്ഞിട്ട് അയാൾ നാട്ടിലേക്ക് വരുമ്പോ 7 മാസം ഭാര്യ ഗർഭിണിയാണ്. ഇയാൾ ഭാര്യയെ പിടികൂടി. എന്താ സംഭവിച്ചതെന്ന് എന്നോട് തുറന്നു പറയണം. ഭാര്യ എന്തായാലും തുറന്നു പറയുന്നില്ല. എന്തൊക്കെ തൃപ്തികരമല്ലാത്ത നിയമ നടപടികൾ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് വരുമോന്ന് പേടിച്ചപ്പോ ഭാര്യ ഭർത്താവിന്റെ കൈ പിടിച്ചുറപ്പ് നൽകി, ഞാൻ ഈ കാര്യം തുറന്നു പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ പേരിൽ ശക്തമായ തീരുമാനങ്ങളൊന്നും എടുക്കില്ല എന്ന് എനിക്ക് വാക്ക് തരണം. ആവാം, എന്നാലും നീ ആ കാര്യം ഒന്ന് തുറന്നു പറ എന്ന് പറഞ്ഞു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകരുത്. ഇതൊരു ഉട്ടോപ്പിയല്ല, ഉണ്ടായ ഒരു പച്ചയായ യാഥാർത്ഥ്യ. അത് നമ്മുടെ ജില്ലയിലൊന്നും അല്ല എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ സമാധാനമുണ്ട്. പക്ഷേ സമാധാനിക്കാൻ നമുക്ക് വകയുണ്ടോ? മുസ്ലിം ഉമ്മത്തിലാണ് ഈ സംഭവിക്കുന്നത്, മുസ്ലിം വീട്ടിലായി സംഭവിക്കുന്നത്. ഈ ഉമ്മ പറയാൻ ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, എന്റെ വയറ്റിലുള്ള കുഞ്ഞിന് ഉത്തരവാദി. എന്റെ വയറ്റിലുള്ള കുഞ്ഞ് ആരുടെ കുഞ്ഞാ നിങ്ങൾക്കറിയോ? നിങ്ങളുടെ 16 വയസ്സുള്ള മോന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ കേൾക്കുന്നത്? സ്വന്തം മകന്റെ കുഞ്ഞാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കുമ്പോ നിങ്ങൾ ഇത് ഏതോ ഒരു ഉട്ടോപ്പിയായി കണക്ക് കൂട്ടണ്ട, ഒരു സാങ്കല്പിക കഥ പറയല്ല. ഉണ്ടായൊരു പരമാർത്ഥം. ആ ഉപ്പ തന്നെ നേരിട്ട് മനസ്സ് തുറക്കുകയാണ്. എന്നിട്ട് ഇതിങ്ങോട്ട് കേട്ടപ്പോൾ ഇയാൾക്ക് രക്തം കൊണ്ട് തളച്ചു. എൻ്റെ 16 വയസ്സുള്ള ഇവൻ ഇത്ര വലിയ വില്ലനാ, ഞാൻ കണക്ക് കൂട്ടിയില്ലായിരുന്നു. ഉപ്പ അവിടെ നിന്ന് ഇങ്ങോട്ട് രോഷാകുലനായി എഴുന്നേൽക്കുമ്പം ഭാര്യ അവിടെ പിടിച്ചിരുത്തി. ഇതാ ഞാൻ പറഞ്ഞത്, അരുതാത്തതൊന്നും സംഭവിക്കാൻ പാടില്ല. ഇതുകൊണ്ടാണ് ഞാൻ ആളെ പറയാതിരുന്നത്. ഒന്നും സംഭവിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് നിർബന്ധമായും പറയുന്നു, നിങ്ങൾ അടങ്ങണം.
ഒന്നും സംഭവിക്കരുത്. എന്താ കാരണം? നിങ്ങൾ മകനെ ചെന്ന് തല്ലിയാൽ അതെന്നും ഒരു ഖേദമായി മാറും. കാരണം മകൻ 1% പോലും ഇതിൽ കുറ്റക്കാരനല്ല. ഈ വിഷയത്തിൽ പൂർണ്ണമായ കുറ്റക്കാരി ഞാനാണ്. മകനെ ഈ വിഷയത്തിന് വേണ്ടി നിർബന്ധിച്ചത് ഞാനാണ്. വിഷയങ്ങൾ ഇങ്ങനെ അയഞ്ഞു വരികയാണ്. ഇയാളെ ഇവള് വിടൂല. ഇയാളുടെ കൈ പിടിച്ചിട്ട് ഇവൾ പറയുന്നു, പൊന്നു ഭർത്താവേ, ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾ എന്നോടൊരിക്കലും ദേഷ്യപ്പെടരുത്. ഞാൻ എന്റെ പുരയിൽ നിന്ന് എന്റെ വാപ്പയും ഉമ്മയും നിങ്ങളുടെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുന്നതിന്റെ മുമ്പ് ഒരു സിനിമ പോലും ഞാൻ കണ്ടിട്ടില്ല. ടിവിയിൽ ഒരു ചിത്രം പോലും ഞാൻ ആസ്വദിച്ചിട്ടില്ല. ഈ അവസ്ഥയില് നല്ല തഖ്വയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. ആ തഖ്വ കീപ്പ് ചെയ്ത് ഇത്രയും കാലം ഞാൻ ജീവിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലത്തേക്ക് നിങ്ങൾ എന്നെ ഗൾഫിൽ കൊണ്ടുപോയപ്പോ ഗൾഫിലെ റൂമില് ഏകാന്തതയുടെ ബോറടിപ്പ് തീർക്കാൻ നിങ്ങളാണ് എനിക്ക് ബ്ലൂ ഫിലിമുകൾ കൊണ്ടുവന്ന് തന്നത്. ഈ നീല ചിത്രങ്ങൾ കാണുന്നത് ഒരു ഹോബിയാക്കി മാറ്റിയത് നിങ്ങളാണ്. ഇതിന് നിങ്ങൾ കനത്ത വില നൽകിയേ പറ്റൂ. എന്നെ ഈ ശീലം ശീലിപ്പിച്ചത് നിങ്ങളാണ്. കണ്ടോ, ഭർത്താവ് ചെകുത്താനും കടലിനും നടുക്ക് കുടുങ്ങാൻ പോവാ. എന്താ ഭർത്താവ് ചെയ്യാൻ? ഞാൻ പറയുന്ന അധിക ഗൾഫുകാരുടെ അവസ്ഥ ഇതാണ്. സ്വന്തം ഭാര്യമാർക്ക് ബ്ലൂ ഫിലിമുകൾ എത്തിച്ചു കൊടുക്കുകയാണ്, അശ്ലീല സീഡികൾ എത്തിച്ചു കൊടുക്കുകയാണ്. എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഇവൾ പറഞ്ഞു, അന്നത് നുണഞ്ഞ് ഞാൻ പഠിച്ചു. നുണഞ്ഞു പഠിച്ചു എന്നല്ല, നാട്ടിലെത്തിയപ്പോ എനിക്കിതില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. ഈ സീഡികളില്ലാതെ ഞാൻ ഇവിടുന്ന് അത് കാശ് കൊടുത്തു വാങ്ങി. പുതിയത് മാർക്കറ്റിലെത്തുമ്പോ ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നു. അത് ഞാനും അങ്ങനെയാണല്ലോ, മക്കളും ഉമ്മയും ഒക്കെ ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു ഉളുപ്പില്ലായ്മക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വച്ച യുഗമാണ്. അതുകൊണ്ട് തന്നെ മക്കളും ഉമ്മയും ഒക്കെ ഒരുമിച്ചിരുന്ന എല്ലാ വൃത്തികേടും കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ എൻ്റെ വൈകാരികത, എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന വൈകാരികത ഉണർന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള പ്രായം തികഞ്ഞ മോൻ, 16 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ മോനെ ഞാൻ അടച്ചുകൂട്ടി പിടിച്ചു. അത്രേ ഇതിൽ ഞാൻ ചെയ്ത തെറ്റുള്ളൂ. ഇതിന് കനത്ത വില നൽകേണ്ടത് നിങ്ങളാണ്. എന്താ ഈ പറയുന്നത്? ഉപ്പ തുറന്നു പറയുന്നു, ഞാനാണ് എൻ്റെ ഭാര്യയെ നശിപ്പിച്ചത്. കുറ്റബോധമുണ്ട് എനിക്ക്. ഇനി ഒരിക്കലും ഒരു കൂട്ടുകാരനും ഇത്തരം ഒരു ദുരനുഭവം വരരുത്. ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയോ? നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തുള്ള അശ്ലീലോപകരണങ്ങൾ പിടുത്തം വിട്ട് നിയന്ത്രിക്കുന്നുണ്ടോ? നിങ്ങൾ വാർത്ത കാണാനെന്ന പേരിൽ വെച്ച TV എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരിക്കലെങ്കിലും നിങ്ങളെ വീട്ടിൽ വാർത്തയ്ക്ക് വേണ്ടി തുറക്കാറുണ്ടോ? അനാവശ്യത്തിന് വേണ്ടിയല്ലേ 24 മണിക്കൂറും അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ടതാണ്. ഖുർആനോത്ത് നഷ്ടപ്പെട്ടോ വീട്ടിൽ? അതേ, ഈ ഹറാമുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണമെങ്കിൽ നന്നായി ക്ഷമിക്കണം. വഅലൽ മസായിബ്, ദുരന്തങ്ങൾ വരുമ്പോൾ ക്ഷമിക്കേണ്ടി വരും. നേരത്തെ പണ്ടത്തേതുപോലെയുള്ള കുതിപ്പുണ്ടാവണമെന്നില്ല സാമ്പത്തിക രംഗത്ത്. ഒരുപക്ഷെ സാമ്പത്തിക രംഗം ഒരു പക്ഷേ ഡള്ളാവും. കച്ചവടത്തിന് ചെറിയ ഒരു ക്ഷീണം അനുഭവപ്പെടുമ്പോഴേക്ക് ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ പുറപ്പെടരുത്. വരുമാനം ഒരൽപ്പം കുറയുമ്പോഴേക്ക്, സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴേക്ക്, ഭക്ഷ്യക്ഷാമം വരുമ്പോഴേക്ക്, ഏത് ഹറാമുമാകാം, കൊള്ളയും കൊലയുമാവാം എന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഒരിക്കലും മോശപ്പെട്ട് വരാൻ പാടില്ല. അതിലേക്ക്, അത്തരം പ്രവണതകളിലേക്ക് നിങ്ങൾ നീങ്ങാൻ പാടില്ല. നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളെ വാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, മക്കൾ മരിച്ചാൽ അവിടെയൊക്കെയും നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയണം. സയ്യിദുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ക്ഷമിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. അതാ അവസാനം വരെ ഈമാൻ നിലനിർത്താൻ അല്ലാഹുവിന്റെ ഹബീബ് ക്ഷമിക്കുകയാണ്. അവസാനം വരെ ക്ഷമിച്ചിട്ടുണ്ട്. അവസാനം ശുഅബ് അബീ താലിബിൽ അതാ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപരോധിക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് മരത്തിന്റെ ഇലകളടക്കം ഭക്ഷിക്കേണ്ട ഗതികേടുണ്ടായിട്ടുണ്ട് ഹബീബിനും സഹാബത്തിനും. ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ജീവിതത്തിലേക്ക് കടന്നുവന്ന് തന്നെ ആശ്വസിപ്പിച്ച ഉമ്മഹാത്തുൽ മോമിനീങ്ങളുടെ നേതാവായ, ഒരിക്കലും മോമിനീങ്ങൾക്ക് മറക്കാനാവാത്ത ബീവി ഖദീജുമ്മ റളിയല്ലാഹു അൻഹാ. ആ ഖദീജുമ്മയോട് മുശ്രിക്കുകൾ വന്നുകൊണ്ട് പറയാൻ, ഓ ഖദീജുമ്മ, നീ എത്ര വലിയ ധനാഢ്യയാണ്, സമ്പന്നയാണ്. നീ ഇത്രയൊക്കെ ക്ഷമിക്കേണ്ട പെണ്ണാണോ? നീ ഇത്രയൊന്നും ചെയ്യണ്ട. മുഹമ്മദിനെ അങ്ങ് കൈയൊഴിച്ചാൽ നിനക്ക് മരുന്നുണ്ട്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ വിഷമിക്കുന്ന നിനക്ക് മരുന്നുണ്ട്. ഓ ഖദീജ, നിനക്ക് വേണ്ട ഭക്ഷണം ഞങ്ങൾ എത്തിച്ചു തരും. നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തരും. എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും തരും.
നിങ്ങൾ ഒന്നു മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ മുഹമ്മദിനെ ഉപരോധിച്ചപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളും പെട്ടുപോയതാണ്. മുഹമ്മദിനെ കൈയൊഴിക്കുമോ? ആ സമയത്ത് പറഞ്ഞു, 25 കൊല്ലം എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ എന്റെ ഹബീബിന് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബീവി ഖദീജ എല്ലാം കൊടുത്തിട്ടുണ്ട്. എത്രയാണ് ആ ക്ഷമ! എല്ലാം കൊടുത്തു. വവജദക ആയിലം ഫാഗിന. നബിയെ, ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനായിട്ടല്ലേ അല്ലാഹു നിങ്ങളെ കണ്ടത് ചെറുപ്പത്തിൽ? അങ്ങനെ നിങ്ങളെ അല്ലാഹു നല്ല തികഞ്ഞ ഒരു സമൃദ്ധനാക്കിയില്ലേ? അതിൽ വലിയൊരു പങ്കുവഹിച്ചത് ബഹുമാനപ്പെട്ട ബീവി ഖദീജുമ്മയുടെ സമ്പത്താണ്. എല്ലാം കൊടുത്തു. അവസാനം ഖദീജുമ്മ വഫാത്താകുന്ന സമയത്ത് കണ്ടോ, ഇങ്ങനെ കിടന്നിട്ട് ഇവരോട് പറഞ്ഞു, ഞാൻ എന്റെ ഹബീബിന് വേണ്ടി ഇവിടെ കിടന്ന് വെള്ളം കിട്ടാതെ മരുന്ന് കിട്ടാതെ മരിക്കാൻ തയ്യാറാണ്. അങ്ങനെ വഫാത്ത് വരെ അവിടെ കഴിഞ്ഞു. അതുകൊണ്ട് ആ ചരിത്രം എഴുതിയപ്പോൾ ഷഹീദ് അല്ലെങ്കിലും പലരും എഴുതി ഫമാത്തത്ത് ഷഹീദത്തൻ. ഖദീജ ബീവിയുടെ ചരിത്രം എഴുതിയപ്പോ പറഞ്ഞു ഷഹീദായി മരണപ്പെട്ടു. കാരണം ഉപരോധത്തിൽ, ശക്തമായ ഉപരോധത്തിൽ കുടുങ്ങി വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ഷൈബു അബീ താലിബിൽ അബൂ താലിബ് റസൂലുള്ളാഹിനെ കൊല്ലാൻ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് അബൂ താലിബ് ഏരിയ, അതാ ഷൈബ് അബീ താലിബ്, അവിടെ റസൂലുള്ളാഹിയെയും കുടുംബത്തെയും എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയെ അനുകൂലിക്കുന്ന അബൂ താലിബ് അടക്കമുള്ളവരെ അതാ ഉപരോധിക്കപ്പെടുകയാണ്. അങ്ങനെ അവസാനം വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ മരിച്ച ബീവി ഖദീജുമ്മയുടെ ക്ഷമയെത്രയാണ്! കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കണം, അവസാനമായി ഖദീജുമ്മ അതാ ലോകത്തോട് വിട പറയാണ്. മുത്തുനബി കൂടെയുണ്ട്. 25 കൊല്ലക്കാലം മുത്തുനബിയുടെ കൂടെ തന്നെയാണ് ജീവിച്ചത്. 25 കൊല്ലക്കാലം മുത്തുനബിയുടെ അത്താണിയാണ് ബീവി ഖദീജുമ്മ റളിയല്ലാഹു അൻഹ. അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, ഓ ഹബീബേ, എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ദീനിനു വേണ്ടി തന്നിട്ടുണ്ട്. ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വിജയത്തിനു വേണ്ടി ഞാൻ തന്നിട്ടുണ്ടല്ലോ ഹബീബേ. അവസാനമായി എനിക്കൊരൊറ്റ മോഹമുണ്ട്, ഞാനത് പറയട്ടെ. എന്താ മോളെ അത്? ഖദീജ ബീവിയോട് റസൂലുള്ളാഹി ചോദിക്കാൻ, എന്താണത്, പറയണം. അവിടുന്ന് പറയുന്നു, ഖദീജ ബീവി പറയാൻ, എന്റെ കഴുത്തിൽ കാണുന്ന ഈ മാലയില്ലേ, ഇത് മാത്രമാണ് ഇനി എനിക്ക് സമ്പാദ്യമായിട്ടുള്ളത്. ശരി, ഈ മാല ഞാൻ എന്റെ പ്രിയപ്പെട്ട മകൾ സൈനബ്, വിവാഹപ്രായമെത്തി നിൽക്കുകയാണ് നമ്മളുടെ മോൾ സൈനബ് റളിയല്ലാഹു അൻഹാ, ആ സൈനബിന് ഞാനിത് കൊടുത്തോട്ടെ. കാരണം ഒരു ഉമ്മാന്റെ അവസാനത്തെ മോഹമല്ലേ, മകളെ കെട്ടിക്കുമ്പോ ഉമ്മാന്റെ വക ഒരാഭരണം, ഉപ്പാന്റെ വക ഒരാഭരണം, വല്ലിപ്പാന്റെ വക ഒരാഭരണം, വല്ലിമ്മാന്റെ വക ഒരാഭരണം, ഇതൊക്കെ മക്കൾക്ക് സന്തോഷമാണ്. എന്റെ വക ഈ കഴുത്തിലുള്ള മാല ഞാൻ എന്റെ പൊന്നുമോള് സൈനബാക്ക് കൊടുത്താൽ, സൈനബിന് കൊടുത്താൽ നിങ്ങൾ പൊരുത്തപ്പെടുവോ നബിയെ? അല്ലെങ്കിൽ ഇതാ ഇതും കൂടെ ഇസ്ലാമിക ഫണ്ടിലേക്ക് തരാം. അള്ളാഹുവിന്റെ ഹബീബ് കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു, വേണ്ട ഖദീജ, അത് സൈനബിന് കൊടുത്തോളൂ. അങ്ങനെയാണ് സൈനബ് റളിയല്ലാഹു അൻഹാ അവരുടെ ഭർത്താവിനെ ഒരു യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കുന്നു. ഭർത്താവ് മുശ്രിക്കാൻ, കാരണം അന്ന് ആ നിയമം വന്നിട്ടില്ല. തൗഹീദും ശിർക്കും തമ്മിൽ വിവാഹബന്ധങ്ങൾ വേർപ്പെടുത്തിയിട്ടില്ല. ആ ഭർത്താവിനെ ബന്ദിയായി കൊണ്ടുവന്നപ്പോൾ റസൂലുള്ളാഹിയുടെ മരുമകൻ ബന്ദിയാണ്, സൈനബിന്റെ ഭർത്താവ്. അപ്പോഴാണ് സൈനബ് മോചനദ്രവ്യം നൽകും, കുടുംബക്കാര് മോചിപ്പിക്കാൻ വേണ്ടി ഒരു മാല കൊടുത്തയച്ചു. ഈ മാല ഏതാ? ഖദീജ ബീവി സൈനബിന് കൊടുത്ത മാലയാണ്. ഈ മാല കണ്ടപ്പോ ഇസ്ലാമിക ഫണ്ടിൽ കൂട്ടിവെച്ച മോചനദ്രവ്യം വാങ്ങിയിട്ട് മറ്റുള്ളവരെ മോചിപ്പിക്കാൻ. അപ്പോൾ ഈ മാല ഇതാ സൈനബിന്റെ ഭർത്താവിനെ മോചിപ്പിക്കാനുള്ള മാലയാണ്. ഇതാ ഇങ്ങനെ ഒരു മാലയും ഇവിടെ വന്നിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞപ്പോ സൈനബിന്റെ ഭർത്താവിന്റെ പേര് പറഞ്ഞ് ഇന്നയാളെ മോചിപ്പിക്കാനുള്ള മാലയാണ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പൊട്ടി അങ്ങ് കരയുന്നു. സഹാബത്തിന് കാര്യം മനസ്സിലാകുന്നില്ല. അപ്പോൾ പറഞ്ഞു, സഹാബാ, എന്റെ പ്രിയപ്പെട്ട ഖദീജ എല്ലാം ദീനിനു വേണ്ടി തന്നു. ഈ ഒരു മാല എന്റെ ഖദീജ ദീനിനു വേണ്ടി തരാതെ മോൾക്ക് കൊടുത്തു. ഞാനതിന് സമ്മതിച്ചു. അതാ ഖദീജുമ്മയുടെ മനഃശുദ്ധി എത്രയാണ്! ആ ഖദീജുമ്മ അറിയാതെ ആ മാല വീണ്ടും അതാ ഇസ്ലാമിക ഫണ്ടിലേക്ക് വന്നിരിക്കുന്നു. ഇതങ്ങോട്ട് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പൊട്ടിക്കരഞ്ഞു. സഹാബത്ത് ചോദിച്ചു, നബിയെ, നിങ്ങളുടെ കരച്ചിലിന്റെ അർത്ഥം എന്താണ്? ഒന്നുമല്ല,
മറ്റൊരു ഭാര്യയെ പോലുമല്ല ഖദീജയെ ഞാൻ എപ്പോഴും പരാമർശിക്കുന്നതാണ്. എന്നെ ഞാനാക്കിയ ഖദീജ, എനിക്കെല്ലാം തന്ന് എന്നെ പോറ്റി വളർത്തിയ ഖദീജ, എന്റെ ഒരു ഉമ്മയുടെ സ്ഥാനത്തായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ഖദീജ. അതുകൊണ്ട് സഹാബ, നിങ്ങൾക്ക് പൊരുത്തമാണെങ്കിൽ ഈ മാല ഞാൻ എന്റെ മോൾക്ക് തന്നെ കൊടുത്തിട്ട് എന്റെ മരുമകനെ മോചിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? സഹാബത്ത് മുഴുവനും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ മോചിപ്പിച്ചോളൂ, ആ മാല തിരിച്ചു മരുമകൻ നിങ്ങളുടെ മകൾ സൈനബിന് തന്നെ കൊടുത്തോളൂ. ഇത് സൈനബിനോടുള്ള സ്നേഹമായിരുന്നില്ല, അതിലേറെ റസൂലുള്ളാഹി തങ്ങൾക്ക് ഖദീജ ബീവി ഓർക്കുമ്പോഴുള്ള വിഷമമായിരുന്നു. അതെ, ഈ ഖദീജ ബീവി എത്ര ക്ഷമിച്ചു ദീനിനു വേണ്ടി. ക്ഷമിച്ചെങ്കിലേ സ്വർഗം കിട്ടൂ. വജസാഹും ബിമാ സ്വബറു, ക്ഷമിച്ചതുകൊണ്ടാണ് അവർക്ക് അല്ലാഹു തആല ജന്നതം വഹരീറാ, സ്വർഗീയ ആരാമങ്ങളും അതുപോലെ തന്നെ പട്ടുടുപ്പുകളും അല്ലാഹു നൽകിയത്. ഇനിയോ മുത്തഖിഈന ഫീഹാ അലൽ അറായിക്, മുത്തഖിഈന ഫീഹാ അലൽ അറായിക്, ആ സ്വർഗത്തിൽ അവർ ചാരുമഞ്ചങ്ങളിലേക്ക് ചാരിക്കിടക്കുകയാണ്. ഡെക്കറേഷൻ ചെയ്തൊരുക്കിയ അലങ്കൃത സോഫകളിലേക്ക് അതാ അവർ ചാരിക്കിടക്കുകയാണ്. മുത്തഖിഈന ഫീഹാ അലൽ അറായിക്, അതേ അലങ്കരിപ്പിച്ച ബെഡുകളിൽ, കസേരകളിൽ, സോഫകളിലൊക്കെ ഇരിക്കുക എന്നതൊരു ബഹുമാനത്തിന്റെ ലക്ഷണമാണ്. നാളെ പരലോകത്ത് അലങ്കൃതപൂർണമായ അലങ്കൃത സോഫകളിലാണ് നമ്മൾ കിടക്കുന്നത്, നമ്മൾ ചാരിയിരിക്കുന്നത്. എന്നിട്ടതാ ഇണകളോട് കൂടെ ഇരുന്ന് സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തഖിഈന ഫീഹാ അലൽ അറായിക് ലാ യറൂന ഫീഹാ ശംസൻ വലാ സംഹരീറാ, ആ സ്വർഗത്തിൽ അത്യുഷ്ണം അവർക്ക് കാണാൻ കഴിയില്ല, സൂര്യതാപമേൽക്കില്ല. സൂര്യതാപം ഉണ്ടാകുമ്പോഴാ ചൂടുണ്ടാവുക, ഉഷ്ണമുണ്ടാവുക, സഹിക്കാൻ കഴിയാത്ത ഉഷ്ണം. സൂര്യതാപം അവർക്ക് കാണാൻ കഴിയില്ല. വലാ സംഹരീറാ, അസഹ്യമായ ശൈത്യവും അനുഭവപ്പെടില്ല, തണുപ്പും അനുഭവപ്പെടില്ല. തണുപ്പുമില്ല, ചൂടുമില്ല. ലാ യറൂന ഫീഹാ ശംസൻ വലാ സംഹരീറാ, ഖുർആൻ പറയുന്നു അവിടെ സൂര്യതാപമോ ശക്തമായ തണുപ്പോ ഇല്ല സ്വർഗത്തിൽ. ഇനി ഹബീബ് പഠിപ്പിക്കുന്നു, ഹവാഉൽ ജന്നതി സജ് സജ്, ഹവാഉൽ ജന്നതി സജ് സജ്, സ്വർഗത്തിലെ കാലാവസ്ഥ സജ് സജുൻ, അത് എസിയാണ്, എയർ കണ്ടീഷനാണ്, മിതമായ കാലാവസ്ഥയാണ്. ലാ ഹർറുൻ വലാ ഖർറ്, സ്വദഖ റസൂലുള്ളാഹി. ലാ ഹർറുൻ വലാ ഖർറുൻ, ചൂടുമല്ല തണുപ്പുമല്ല, ചൂടുമല്ല തണുപ്പുമല്ല, ഒരു മിതമായ കാലാവസ്ഥയാണ് സ്വർഗത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് എ സി ഇട്ടാലുള്ള അവസ്ഥ എന്താ, അതുപോലെ എന്നൊന്നും മനസ്സിലാക്കി വെക്കണ്ട, അതിലേറെ സുഖം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എ സിക്ക് ഒരു മരവിപ്പുണ്ടാവും, അതൊന്നും ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള ക്ഷീണവും ആ സ്വർഗത്തിലെ സൗകര്യങ്ങളെ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റുകള്, പാർശ്വഫലങ്ങൾ അതിനുണ്ടാവൂല. എല്ലാം കൊണ്ടും സൗഖ്യ പൂർണ്ണമായിരിക്കും സ്വർഗം. കാരണം ഇന്നലെ പറഞ്ഞതാണ്, സ്വർഗം നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതാണ്, ചെവി കൊണ്ട് കേൾക്കാത്തതാണ്, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്തതാണ് സ്വർഗം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിതമായ കാലാവസ്ഥയാണ്. ഇരുട്ടില്ല, സൂര്യനില്ലെന്ന് കരുതി പ്രകാശമുണ്ട്, സൂര്യനില്ല എന്ന് കരുതി പ്രകാശമുണ്ട്. ചൂടൊരിക്കലും അനുഭവപ്പെടുന്നില്ല. നിഴല് അവിടെ ഒരു പ്രത്യേക സൃഷ്ടി തന്നെയാണ്. വദാനിയതൻ അലൈഹിം ദിലാലുഹാ, ആ സ്വർഗത്തിലെ നിഴലുകൾ അവരുടെ മേൽ താണ് കിടക്കുന്നു. വദാനിയതൻ അലൈഹിം ദിലാലുഹാ, സ്വർഗത്തില് വൃക്ഷങ്ങളുടെ നിഴലുകളുണ്ട്. സൂര്യനില്ലെങ്കിലും പ്രകാശമുണ്ടെങ്കിൽ വസ്തുക്കൾക്ക്, തടികൾക്ക് നിഴലുണ്ടാവും. ഇതൊക്കെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്, നമുക്കൊക്കെ പെട്ടെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യവുമാണ്. നിഴലുണ്ടാവും. ഇനി ഇമാം റാസി പറഞ്ഞു, ഇതിന്റെ ഒക്കെ അപ്പുറത്ത് വദാനിയതൻ അലൈഹിം ദിലാലുഹാ എന്ന് പറഞ്ഞ ദിലാല് ഖുർആനിൽ സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറഞ്ഞു, വളില്ലിം മംദൂദ്, നീണ്ടു കിടക്കുന്ന തണല്, പരന്നു കിടക്കുന്ന തണൽ എന്ന് പറഞ്ഞു. അതൊരു പ്രത്യേക സൃഷ്ടി തന്നെ ആവാം തണല്. അങ്ങനെയാണെങ്കിൽ അതിന് മരത്തിന്റെ ആവശ്യമില്ല, ബിൽഡിങ്ങിന്റെ തണല് വേണ്ട. അള്ളാഹുവിന് തണലൊരു സെപ്പറേറ്റ് സൃഷ്ടിയായിട്ട് തന്നെ സൃഷ്ടിക്കാൻ കഴിയും.
സ്വർഗം ബാക്കിയുള്ള പൂർണ്ണത മുഴുവനും ഉൾക്കൊള്ളാൻ കഴിയുന്ന നമുക്ക് അതും കൂടെ വിശ്വസിക്കുന്നതിന് എന്തു പ്രയാസമാണ്. അതെ, വദാനിയതൻ അലൈഹിം ദിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ വദുല്ലിലത് ഖുതൂഫുഹാ. അതിലെ കായ്ക്കനികൾ, ഇവന് പറിച്ചെടുക്കാനുള്ള കായ്ക്കനി, പറിച്ചെടുക്കുന്ന കായ്ക്കനി, അതാണ് ഖുതൂഫ്. ഇവന് പറിച്ചെടുക്കാനുള്ള കായ്ക്കനികൾ ഇവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ. അതിന്റെ കായ്ക്കനികൾ ഇവന്റെ വരുതിയിലാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കിടക്കുന്നവന് കിടക്കുന്നിടത്തു നിന്ന് പറിക്കാം. ഇതാ ഇന്നലെ ഞാൻ പറഞ്ഞത്, ഇവിടെ ചക്ക പഴുത്തതുണ്ട്, ശരിയാണ്, പ്ലാവിലാണ്. ആ ചക്ക കിട്ടണമെങ്കിൽ നമ്മൾ പ്ലാവിൽ കയറണം, അല്ലെങ്കിൽ തോട്ടി കെട്ടിയിട്ട് ചക്ക വലിക്കണം, താഴെ ഇടണം, എന്നിട്ട് മുറിക്കണം. കണ്ടോ നിങ്ങൾ, ചക്ക പറിക്കാൻ മരത്തിൽ കയറണ്ട, മാമ്പഴം പറിക്കാൻ മരത്തിൽ കയറണ്ട, അതേ മുന്തിരി പറിക്കാൻ അതേ രൂപത്തിൽ തന്നെ ഈത്തപ്പഴം പറിക്കാൻ, ഉറുമാമ്പഴം പറിക്കാൻ ഒന്നിനും നിങ്ങൾ മരം കയറണ്ട. വദുല്ലിലതു ഖുതൂഫുഹാ തദ്ലീലാ. അതിലെ കായ്ക്കനികൾ നിങ്ങളുടെ വരുതിയിലാക്കപ്പെട്ടിരിക്കുന്നു. എപ്പോഴും പറിച്ചെടുക്കാൻ പറ്റുന്ന, നിങ്ങൾ ഉള്ളിടത്ത് നിന്ന് പറിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ, ആ ഒരവസ്ഥയിൽ നിങ്ങളുടെ വരുതിയിലേക്ക് അത് എത്തിച്ചു തന്നിരിക്കുന്നു. അതാണ് സ്വർഗം. ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു പ്രമുഖനായ ഒരു സഹാബിയാണ്. ആ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇൻ ഖാമ അഹദുൻ, നിങ്ങളിൽ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് സ്വർഗത്തിലെങ്കിൽ, ഇർതഫഅത് ലഹു, താഴെയുള്ള പഴങ്ങൾ അവന് പറിക്കാൻ വേണ്ടി മേലോട്ട് പൊങ്ങി വരുന്നു. താഴെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന വള്ളി മരങ്ങളിലുള്ള പഴങ്ങളാണെങ്കിൽ നിങ്ങൾ അത് കുനിഞ്ഞു പറിക്കണ്ട, നിൽക്കുന്നിടത്തേക്ക് അത് പൊങ്ങി വരുന്നു. ഇൻ ഖാമ അഹദുൻ ഇർതഫഅത് ലഹു, ആ മരം അവന് വേണ്ടി ആ പഴങ്ങൾ പൊങ്ങി വരുന്നു. വഇൻ ജലസ, അവൻ ഇരിക്കുകയാണെങ്കിൽ തദല്ലത് അലൈഹി, അവന്റെ മേലിൽ മരത്തിന്റെ കൊമ്പുകൾ ചാഞ്ഞ് താണു വരുന്നു. അതാ ഇരിക്കുന്നിടത്ത് നിന്ന് ഇങ്ങ് പറിക്കാം. ഇരിക്കുന്നിടത്ത് നിന്ന് പഴം പറിക്കാൻ വേണ്ടി എഴുന്നേൽക്കണ്ട, ഈ നിൽക്കുന്നിടത്ത് നിന്ന് പഴം പറിക്കാൻ വേണ്ടി ഇരിക്കണ്ട, കുനിയണ്ട, പ്രയാസപ്പെടേണ്ട, ക്ലേശമൊട്ടും അനുഭവിക്കണ്ട. ഇനിയോ അവൻ കിടക്കുകയാണെങ്കിലോ, കിടന്നുകൊണ്ടാണ് അവൻ പഴം തിന്നുന്നത്, പഴം പറിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, കിടന്ന കട്ടിൽ നിന്ന് അവനും അവന്റെ ഇണക്കും നല്ല ഒരു പഴം വേണം. എന്നാൽ അത് കിട്ടാൻ നേരത്തെ ഇരുന്ന മനുഷ്യന് അവന്റെ കതിറ് കണ്ട്, അവന്റെ തോത് കണ്ട് താണുവന്ന അതേ മരം, ആ മരക്കൊമ്പ്, ആ മരച്ചില്ലധനത് മിൻഹു, ഇവന്റെ തൊട്ടടുത്തേക്ക് ഇങ്ങ് വരുന്നു, പതിഞ്ഞു നിൽക്കുന്നു. അത് ഫഅകല മിൻഹാ, എന്നിട്ട് ആ പഴങ്ങൾ പൊട്ടിച്ചവൻ തിന്നുന്നു. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത് കാണാം, വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ. അതെ അതെ, സ്വർഗീയ പഴങ്ങൾ നിങ്ങളുടെ വരുതിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു, വരുതിയിലാക്കപ്പെട്ടിരിക്കുന്നു. വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ. അതെ, പഴവർഗ്ഗങ്ങളെ വിശേഷിപ്പിച്ചതിന്റെ ശേഷം, ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ ശേഷം, ഉടയാടകളെ കുറിച്ച് പറഞ്ഞതിന്റെ ശേഷം, അവർ താമസിക്കുന്ന അവരുടെ താമസ സ്ഥലങ്ങളുടെ മഹത്വം ഇന്നലെ നമ്മൾ പറഞ്ഞു. അതെല്ലാം പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു തആല അവര് കുടിക്കുന്ന പാനീയത്തിന്റെ മഹത്വം എന്താണ് എന്ന് അല്ലാഹു പറയുന്നു. ആ പാനീയത്തിന്റെ മഹത്വം പറയുന്നതിന്റെ മുമ്പ്, ആ പാനീയം പാനം ചെയ്യുന്ന, ആ വെള്ളം കുടിക്കുന്ന പാത്രങ്ങളുടെ മഹത്വത്തിലേക്കാണ് അല്ലാഹു തആല കടന്നു വരുന്നത്. വയുതാഫു അലൈഹിം ബിയാനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബ്. വയുതാഫു അലൈഹിം, അവരുടെ മേലിൽ എപ്പോഴും ചുറ്റി കറക്കപ്പെട്ടുകൊണ്ടിരിക്കും അവരുടെ മേൽ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സൗകര്യങ്ങൾ ഒരു ഭാഗത്ത് കിടക്കുകയാണ്, പല ഭാഗത്തും കിടക്കുകയാണ്. നമ്മൾ സൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്നു. മുണ്ട് ഉള്ളിടത്ത് നിന്ന് മുണ്ട് നമ്മുടെ കുടുംബത്തിന് ആവശ്യമായത് നമ്മൾ വാങ്ങുന്നു. ഒരു കടയിൽ കയറുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ തൊട്ടടുത്ത കടയിൽ പോകണം. അവിടെയും നമുക്ക് മാച്ചായതില്ലെങ്കിൽ തൊട്ടടുത്ത കടയിൽ പോകണം. അവിടെയും നമുക്ക് സെലക്ഷൻ ഇല്ലെങ്കിൽ തൊട്ടടുത്ത കടയിൽ പോകണം. അങ്ങനെ കയറി ഇറങ്ങിയിട്ടേ നിനക്കൊരൊറ്റ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുമെങ്കിൽ, നിന്റെ ശരീരത്തിനു മേച്ചാവുന്ന, നിനക്ക് ഏതു വെള്ളമാ വേണ്ടത്, നിനക്ക് മേച്ചാവുന്ന ഏത് ഡ്രസ്സാ വേണ്ടത്, നിനക്ക് ആഗ്രഹമുള്ള ഏതു വെള്ളമാണ് വേണ്ടത്, നീ തിന്നാൻ കൊതിക്കുന്ന ഏതു പഴമാ വേണ്ടത്,
അതേ സൗകര്യങ്ങൾ നിന്നെ തേടി വരുന്നു, നീ ഒരു ഭാഗത്തിരുന്നോ. ഇതിന്റെ അർത്ഥം ഇമാം റാസി പറഞ്ഞു, സ്വർഗാവകാശി ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് തിന്നുകയാണെന്നല്ല. അങ്ങനെയാകുമ്പോ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, അതിലെന്ത് സുഖമുള്ളത്. ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക, എല്ലാം ഇങ്ങനെ കിട്ടുക, എന്നിട്ട് ഇങ്ങനെ തിന്നുക, അതിൽ വല്ല ഹരം ഉണ്ടോ? അതിലൊരു ഹരം ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് വേഗം മനസ്സിലാവും. കാരണം ആണുങ്ങൾക്ക് സുന്നത്ത് വെച്ച് കിടക്കണം നല്ല പരിചയം ഉണ്ടാവും. അത് തിന്നാൻ കിട്ടാത്ത കുഴപ്പമാണോ? നമ്മളെ മക്കളെ സുന്നത്ത് കഴിച്ചാൽ സമയമാകുന്നതിന് മുമ്പ് അവർക്ക് എണീച്ചോടണം. നമ്മളും അങ്ങനെ ആയിരുന്നില്ലേ? എല്ലാ വസ്തുക്കളും നമുക്ക് തന്നിട്ടുണ്ട്, തിന്നാൻ ഇഷ്ടം പോലെ കിട്ടും. തിന്നാൻ കിട്ടിയിട്ട് കാര്യമില്ല. ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചടപ്പാ. അതുപോലെ തന്നെ സഹോദരിമാർ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് അതൊന്നാണ് തീർന്നു കിട്ടാൻ ആ ദിവസങ്ങൾ എണ്ണി ഒപ്പിക്കുകയാണ്. തിന്നാൻ കിട്ടാത്തത് കൊണ്ടല്ല, വിഭവസമൃദ്ധമായ പാർട്ടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിന്നാൻ കിട്ടിയിട്ട് കാര്യമില്ല, ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ പറഞ്ഞതിന്റെ അർത്ഥം ഉടുക്കാൻ വേണ്ടി ക്ലേശം അനുഭവിക്കണ്ട, തിന്നാൻ വേണ്ടി വെയിലേൽക്കണ്ട, കുടിക്കാൻ വേണ്ടി നീ ഓടണ്ട, തളരണ്ട, വിയർക്കണ്ട, മറിച്ച് ഓടാൻ വേണ്ടി ഓടാം. അതാണ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സംഗതി. അതുകൊണ്ടാണല്ലോ അധ്വാനിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. തിന്നുക, ഇഷ്ടംപോലെ നല്ല സാധനം തിന്നുക, കുടിക്കുക, ഇങ്ങോട്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നമ്മൾ കണ്ടതൊക്കെ കുളിക്കുക, ഓടുക, ചാടുക, വെറുതെ ഇത്തരം കാര്യങ്ങൾ ഓടാൻ വേണ്ടി ഓടുക, നടക്കാൻ വേണ്ടി നടക്കുക, അതുപോലെ തന്നെ വ്യായാമങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യായാമങ്ങൾ നടത്തുക, അല്ലാതെ ഏതിനു വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ഹരം പൂർണ്ണമാകുന്നത് ജീവിതത്തിന്റെ. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വിചാരിച്ചതുപോലെ ജീവിക്കാം, എന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് എൻ്റെ കുടുംബത്തിന്റെ ഭക്ഷണ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ല. അതെപ്പോഴും നേരം ടേബിളിലേക്ക് ഒരുങ്ങി ഇങ്ങോട്ട് വരിക, എന്നിട്ട് നമ്മൾ കണ്ടതുപോലെ ജീവിക്കും ചെയ്യുക. എന്താണ് ആ ലോകം? പക്ഷെ ആ ലോകത്തേക്ക് എത്തണമെങ്കിൽ ഒരു 60 കൊല്ലം ഈ ക്ഷമിക്കുക പറയുന്നത്. എന്നാ നീ അവിടെ എത്തി, പിന്നെ ആ ലോകത്തിന് അവസാനമില്ലാഞ്ഞാലും അങ്ങനെ തുടർന്നുകൊണ്ട് പോകുമ്പോൾ അതിനൊരു ഹരമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. ചേഞ്ചിങ് ഉണ്ടായ ഒരു പ്രശ്നമില്ല, ചേഞ്ചിങ് ഇല്ലെങ്കിൽ പ്രശ്നം. എന്നും ബിരിയാണി തന്നെ ആയാൽ വെറുപ്പാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരേ ഭക്ഷണത്തിന് ഇപ്പൊ കഴിച്ച ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അല്ല അടുത്ത ഭക്ഷണത്തിന്. ഒരൊറ്റ കുലയിൽ നിന്ന് പറിച്ച 2 മാമ്പഴത്തിന് 2 ടേസ്റ്റാണ്. വിവിധങ്ങളായ ടേസ്റ്റുകൾ അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുമ്പോൾ വേണ്ടതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാം. പിന്നെ അവിടെ ബോറടിപ്പ് എന്ന് പറഞ്ഞ സംഗതി വരുന്നേ ഇല്ല. അങ്ങനെ ഒരു സംഗതി തന്നെ സ്വർഗത്തിലില്ല. അതാണ് പറഞ്ഞത്, വയുതാഫു അലൈഹിം, അവരുടെ മേലിൽ കറങ്ങി വരും, ബിആനിയത്തിൻ മിൻ ഫിദ്ദ, വെള്ളിപ്പാത്രങ്ങൾ, ബിആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ, വെള്ളിയുടെ പാത്രങ്ങൾ അവരുടെ മേൽ കറക്കപ്പെടും. അതങ്ങനെ വരികയാൻ. ആരാ ഇത് കൊണ്ടുവരുന്നത്? പറയുന്നുണ്ട്. ഇത് കൊണ്ടുവരുന്ന സേവകരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖാദിമീങ്ങളെ സപ്ലൈ ചെയ്ത് ഓടി നടക്കുന്ന ആ നിത്യബാല്യമുള്ള സ്വർഗബാലന്മാരെ, സ്വർഗീയ പയ്യന്മാരെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വയുതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫിദ്ദ വഅക്വാബിൻ കാനത് ഖവാരീർ, വഅക്വാബിൻ, അതുപോലെ തന്നെ കപ്പുകളും നിങ്ങളുടെ അടുത്തേക്ക് കറങ്ങി വരുന്നു. കാനത്ത് ഖവാരീറ, ആ കപ്പുകൾ സ്ഫടിക കോപ്പകളാകുന്നു. സ്ഫടിക കോപ്പകൾ നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഖവാരീറ മിൻ ഫിദ്ദ, ആ സ്ഫടിക കോപ്പകളും വെള്ളിമയം തന്നെയാണ്. എവിടെ നോക്കിയാലും വെള്ളി, എന്നിട്ട് അത് ഗ്ലാസ് പോലെ, സ്ഫടികത്തെ പോലെ, പളുങ്ക് പോലെ അത് സുതാര്യമാവുക ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ്. വെള്ളിപ്പാത്രത്തിൽ ഒരു സാധനം ഒഴിച്ചിട്ട് പുറത്തു നിന്ന് നോക്കിയാൽ എന്താ അകത്തൊഴിച്ചത്, ഈ വെള്ളി ഗ്ലാസ്സിലുള്ള സാധനം പറയാൻ കഴിയോ? വെള്ളി ഗ്ലാസ്സിൽ നമ്മൾ എടുത്ത സാധനം, ഈ ഗ്ലാസ്സിനകത്ത് എന്താ ഉള്ളത് എന്ന് പറയാൻ കഴിയോ? എന്നാ സ്വർഗത്തിലെ വെള്ളിപ്പാത്രങ്ങൾ, ആ വെള്ളിപ്പാത്രങ്ങൾ സ്ഫടിക സമാനമാണ്, അത് സുതാര്യമാണ്. അതാ പുറത്തു നിന്ന് തന്നെ അകത്തേക്ക് കാണാൻ കഴിയും. ഈ പാനപാത്രങ്ങൾ നിരത്തുന്ന തീന്മേശ സ്വർഗത്തിൽ മാത്രമുള്ളതാണ്. വയുതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബിൻ കാനത് ഖവാരീറ മിൻ ഫിദ്ദ. ഇത് പറയുമ്പോൾ ഒരു ചെറിയ സംശയം സ്വാഭാവികമായും ഇവിടെ വന്നേക്കാം. അതെന്താണ് ആ സംശയം? അതെ, ഇവിടെ ഈ കോപ്പകളെ കുറിച്ച് പറഞ്ഞപ്പോ, അതുപോലെ തന്നെ പാത്രങ്ങളെ കുറിച്ച്, പ്ലേറ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ വെള്ളി എന്നാണല്ലോ പറഞ്ഞത്. അതേസമയം ഖുർആൻ തന്നെ ഇതേക്കുറിച്ച് മറ്റൊരു സ്ഥലത്ത് പ്രതിപാദിച്ചത് എന്താണ്? മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നത്
അതേ സ്വർണത്തിന്റെ പ്ലേറ്റുകൾ നിങ്ങളിലേക്ക് വരും. യുതാഫു അലൈഹിം ബിസ്വിഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബ്. സ്വർണത്തളികകളും സ്വർണ ഗ്ലാസുകളും കോപ്പകളും നിങ്ങളുടെ മേൽ കറക്കപ്പെട്ടുകൊണ്ടിരിക്കും. സൂറത്തു സുഖ്റുഫ് 71. ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? രണ്ടും കൂടെ കൂട്ടിവെച്ചിട്ട് മഹാന്മാര് ചർച്ച ചെയ്തു. അതിന്റെ അർത്ഥം ഇവിടെ സ്വർണപാത്രങ്ങളില്ല എന്നുള്ള പറഞ്ഞിട്ടില്ല, അവിടെ വെള്ളിപ്പാത്രങ്ങളില്ല എന്നും പറഞ്ഞിട്ടില്ല. രണ്ടും കൂടെ കൂട്ടിവെക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ പറഞ്ഞതൊന്നും സ്വർഗത്തിന്റെ പൂർണ്ണമായ ചിത്രമല്ല. ഖുർആൻ മസല് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മസലുൽ ജന്നത്തില്ലതി വഉഇദൽ മുത്തഖൂൻ. മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ സാമ്പിൾ അത് മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചില സാമ്പിളുകൾ ഇങ്ങനെ പറഞ്ഞെന്താ, നിങ്ങൾ എന്താണോ അവിടെ ഉണ്ടാവണമെന്ന് താല്പര്യപ്പെടുന്നത് അതൊക്കെ ഉണ്ട് സ്വർഗം. അതാണ് സ്വർഗം. അങ്ങനെ സ്വർഗത്തെ പറ്റി ചുരുക്കി പറയാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വർണ്ണപാത്രം ഉണ്ടാവും, വെള്ളിപ്പാത്രം ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഇവിടുന്ന് വെള്ളിപ്പാത്രത്തിലും സ്വർണ്ണപാത്രത്തിലും ഭക്ഷണം കഴിക്കാതിരിക്കണം. ദൂർത്ത് വന്ന് മുതലാളിമാരൊക്കെ സ്വർണ്ണപാത്രത്തിലും വെള്ളിപ്പാത്രത്തിലും ഒക്കെ ഭക്ഷണം കഴിക്കുന്ന കാലം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വന്ന് തുടങ്ങും. നമ്മുടെ നാട്ടിലേക്ക് വരെ അതെത്തും. ദൂർത്ത് ഒരിക്കലും നമ്മളിലേക്ക് കടന്നു വരാൻ പാടില്ല. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ കരുതേണ്ടതാണിത്. പിശാചിന്റെ കൂട്ടാളികളാണ് ധൂർത്തന്മാരെന്ന് വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൂർത്ത് കടന്നു വരുന്ന മാർഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ നമുക്ക് നൽകുക എന്ന് പറഞ്ഞാൽ രാജകീയ പ്രൗഢിയാണ് സ്വർഗത്തിൽ അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. ഏത് ദുന്യാവിലെ രാജകീയ പ്രൗഢി എന്നൊക്കെ ഒരു വാക്ക് വേണമെങ്കിൽ പറയാം. അതൊന്നും അല്ല. അതിൻ്റെയൊക്കെ എത്രയോ പതിൻ മടങ്ങ് സന്തോഷകരമായ ജീവിതം, സന്തോഷദായകമായ ജീവിതം. ഇതൊന്നും പറഞ്ഞാൽ തിരിയൂല. അനുഭവിച്ച് മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെയാണ്. അപ്പൊ വെള്ളിപ്പാത്രങ്ങളും ഉണ്ട്, സ്വർണ്ണപാത്രങ്ങളും ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ട് പറയുന്നു, വയുസ്ഖൗന ഫിഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല. ആ സ്വർഗത്തിൽ അവർക്ക് കുടിപ്പിക്കപ്പെടും കഅസൻ, ചില ചഷകങ്ങൾ അവർക്ക് കുടിപ്പിക്കപ്പെടും, ചില കപ്പുകൾ. എന്താണ് അതിലുള്ളത്? കാന മിസാജുഹാ സൻജബീല. സ്വർഗീയ കള്ളാണ്, സ്വർഗീയ പാലാണ്, സ്വർഗീയ തേനാണ്. സ്വർഗീയ തേനാണ്, പാലാണ്, കള്ളാണ്, ശുദ്ധജലമാണ്, എല്ലാം ഉണ്ടല്ലോ. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. 4 തരത്തിലുള്ള നദികളുണ്ട്. അൻഹാർ. അല്ലാഹു തആല പറഞ്ഞു സ്വർഗത്തിൽ നദികളുണ്ട്. എന്താണ് ആ നദി? അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. കലർപ്പില്ലാത്ത, കലർപ്പ് തൊട്ടു തീണ്ടാത്ത ശുദ്ധമായ തെളിനീരിന്റെ നദികളുണ്ട് അവിടെ. വഅൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. പിന്നെയും പറയുന്നു വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തുഅമു. അതുപോലെ തന്നെയാണ് രുചിഭേദം സംഭവിക്കാത്ത പാലാറുകളുണ്ട് അവിടെ. പാലിന്റെ ആറുകളുണ്ട്. പാലങ്ങനെ ഒഴുകിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, രുചിഭേദം സംഭവിക്കാത്ത പാലിലം യതഗയ്യർ തുഅമുഹു, അതെന്താ അങ്ങനെ പറയാൻ കാരണം? രുചിഭേദം സംഭവിക്കാത്ത പാല് എന്ന് പറയാൻ കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇവിടുത്തെ പാല് നിങ്ങൾ കറന്നെടുത്ത പാത്രം ചൂടാക്കുന്നതിന് മുമ്പ് ആ പാത്രം ഒന്ന് മാറ്റിക്കളഞ്ഞാൽ അത് മണിക്കൂർ കൊണ്ട് ദൂഷിക്കും. മാത്രമല്ല, ഇവിടുത്തെ പാല് ആട്ടിൻപാലാണെങ്കിൽ അതിനെപ്പോഴും സ്മെല്ല് നിർബന്ധമാണ്. അത് പെട്ടെന്ന് ദുഷിച്ചു പോകും. ഇതാണ് അവസ്ഥയെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, അതെ, ഇത് നാൽക്കാലികളുടെ അകിട്ടിൽ നിന്ന് വരുന്നതല്ല. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തുഅമു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടും നിങ്ങളോടും പറഞ്ഞു, ലം യഖ്റുജ് മിൻ ദുറൂഇൽ മാശിയ, അത് നാൽക്കാലികളുടെ അകിട്ടിൽ നിന്ന് പുറത്തു വന്നതല്ല. പിന്നെയോ ശുദ്ധജലം സദാ നീരുറവയായി ഒഴുകുന്നത് പോലെ, അതേ, സ്വർഗഭൂമിയിൽ നിന്ന് നീരുറവയായിട്ട് ഉറവ പൊട്ടിയൊഴുകുകയാണ്. ഒരു ഉറവ പാലിന്റെ ഉറവയാണ്, ഒരു ഉറവ ശുദ്ധജലത്തിന്റെ ഉറവയാണ്. 10,000-ങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക്, കോടിക്കണക്കിന് സ്വർഗാവകാശികൾക്ക് തിന്നാനുള്ളതും കുടിക്കാനുള്ള സംവിധാനമുള്ള ആറുകള്, വ്യത്യസ്ത ആറുകള്.
അതാണ് ഈ ആറുകളുടെ സ്വഭാവം. അപ്പൊ അത് ശരിക്കൊരു തെളിനീരൊഴുകുന്നത് പോലെ, ശുദ്ധജലം ഉറവ പൊട്ടി ഒഴുകും പോലെ പാലും ഉറവ പൊട്ടി ഒഴുകുകയാണ്. 4 തരത്തിലുള്ള ആറുകളുണ്ട് എന്ന് പറയുന്നു. ഏതൊക്കെയാണ് ആ ആറുകൾ? 4 തരത്തിലുള്ള ആറുകളും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തും. മസലുൽ ജന്നത്തിൽ തീബുഇൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിമ്മാഇൻ ഗൈരി ആസിൻ. കലർപ്പ് തൊട്ടു തീണ്ടാത്ത ശുദ്ധമായ തെളിനീരിന്റെ നദികളുണ്ട്. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅ്മു. രുചിഭേദം സംഭവിക്കാത്ത, രുചിക്ക് മാറ്റം കൊടുങ്ങാത്ത, കേടുവരാത്ത, എന്നും ആ പാലിന്റെ ടേസ്റ്റ് നിലനിൽക്കുന്ന, അതേ സമയത്ത് സ്മെല്ല് വന്ന് നശിക്കുകയില്ല, അതുപോലെ തന്നെ അതിന്റെ രുചി കുറയുകയില്ല. ലം യതഗയ്യർ തഅ്മു. അത്തരം പാലാറുകളുമുണ്ട് സ്വർഗത്തില്. വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ. പാനം ചെയ്യുന്നവർക്ക്, കുടിക്കുന്നവർക്ക് സ്വാദിഷ്ടമായ സ്വർഗീയ കള്ളിന്റെ പുഴകളുമുണ്ട്. കള്ളിൻ പുഴകളുമുണ്ട്, സ്വർഗീയ കള്ളിന്റെ പുഴകൾ. ഒരു പുഴയിൽ നിന്ന് ഉറവയെടുക്കുന്നത് മുഴുവനും കള്ളാൻ. ഏതായി കള്ള്? ഇത് കുടിച്ചാൽ തല കറങ്ങൂല. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലഹരിബാധയുടെ ആദ്യഘട്ടമായ പ്രഥമ സ്റ്റെപ്പായ നേരിയ തോതിലുള്ള തലവേദന അനുഭവപ്പെടൂല, പിച്ചുമ്പേയും പറയൂല, ബുദ്ധിക്ക് യാതൊരുവിധ തകരാറും സംഭവിക്കൂല. അതേസമയം കുടിക്കുന്തോറും ആനന്ദം വർദ്ധിക്കും. വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ. കുടിക്കുന്നവർക്ക് നല്ല ടേസ്റ്റുള്ള കള്ളും. ഏത് മുന്തിയ ഇനം കള്ളു തന്നെയാണെങ്കിലും ഒരല്പം കണ്ണു ചിമ്മിയേ അത് കുടിക്കാൻ കഴിയുള്ളൂ എന്ന് കുടിച്ച് പരിചയമുള്ളവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് ഖുർആൻ ഈ പറയുന്നത് ലദ്ദത്തിൻ ലിശാരിബീൻ. കുടിക്കുന്നവർക്ക് സ്വാദിഷ്ടമായ കള്ള്, കുടിക്കാൻ ഒരു പ്രയാസവുമില്ല.